നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ അബലകളായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം, അവർക്ക് സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ആനുകൂല്യം കൂട്ടിക്കൊടുത്തിട്ടുള്ള നിയമങ്ങൾ വളരെ എംപവേർഡ് ആയിട്ടുള്ള, വളരെ അർബനൈസ്ഡ് ആയിട്ടുള്ള, വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയെ സമയത്തോളം വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടാൻ പറ്റും. പ്രണയത്തിലായിരിക്കുമ്പോൾ അവർ അടുത്തടുത്തിരിക്കുകയെ ഉമ്മ വയ്ക്കുകയെ ലൈംഗികതയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് സ്ത്രീ പരാതി കൊടുത്തു കഴിയുമ്പോൾ അത് സ്ത്രീയുടെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അനുമതി കൂടാതെ സ്പർശിക്കുക, അല്ലെങ്കിൽ ബലാത്സംഗം, ഇത്തരം കേസുകളായിട്ട് മാറും എന്നുള്ളത് ശരിയാണോ? തീർച്ചയായും അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആസ്പെക്ട് തന്നെയാണ്. എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. വേറെ രക്ഷയൊന്നുമില്ല. ഒന്നുകിലും നിങ്ങൾ സ്വന്തമായി സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇത് ഉഭയസമ്മത പ്രകാരമുള്ള സംഭവമാണ് എന്ന രീതിയിലുള്ള ചാറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള തേർഡ് പാർട്ടീസ് മനസ്സിലാക്കുന്ന രീതിയിൽ ഇതൊരു കൺസെൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ തമ്മിലുള്ളത് എന്ന് സമൂഹം മനസ്സിലാക്കുന്ന രീതിയിൽ. ഇന്ന് കേരള യുവത്വത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, അതായത് സാംസ്കാരികമായി, കലാപരമായി, രാഷ്ട്രീയപരമായി ഒരു യുവ മനസ്സിന്റെ ആവിഷ്കാരം എന്ന നിലയിൽ ആരാണ് അങ്ങനെ ഒരാൾ എന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരാളേ ഉള്ളൂ ഇന്ന് കേരളത്തിൽ. വേടൻ എന്ന 30 വയസ്സുകാരനായ ഹിരൺദാസ് മുരളി. ഇപ്പോൾ വേടനെതിരെ ഒരു യുവ ദളിത് ഡോക്ടർ ഉയർത്തിയ ബലാത്സംഗ പരാതിക്ക് മുമ്പ് തന്നെ സമാനമായ ചില പരാതികളൊക്കെ ചില പെൺകുട്ടികളൊക്കെ വേടനെതിരെ ഉയർത്തിയിരുന്നു. 2021 മീറ്റു മൂവ്മെന്റിന്റെ ഭാഗമായി ഉയർന്ന പരാതികളിൽ വേടന്റെ പേര് ഉയർന്നു വന്നിരുന്നു. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിലൊക്കെ നിലനിൽക്കുമ്പോഴും വേടൻ ലൈംഗികമായി അതിഭീകരമായി പീഡിപ്പിച്ചു, ക്രൂരമായി പെരുമാറി, മോശമായി മറ്റാണുങ്ങളുടെയോടൊക്കെ ഇതേക്കുറിച്ച് പൊതുസദസ്സുകളിൽ സംസാരിച്ചു. ആ പെൺകുട്ടി, പരാതി നൽകിയ പെൺകുട്ടി അന്ന് വെളിപ്പെടുത്തിയ മീറ്റൂൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് 2021 ജൂണിൽ മൂസിൻ പെരാരിയുടെ റാപ്പ് മ്യൂസിക് പ്രോജക്റ്റായ നേറ്റീവ് ഡോട്ടറിൽ വേടൻ ഭാഗമായിരുന്നു. ലൈംഗിക പരാതിയെ തുടർന്ന് അത് ഗൗരവമുള്ള ഒരു പരാതിയായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോജക്റ്റ് തുടങ്ങും മുമ്പേ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. വേടൻ പരസ്യമായി മാപ്പ് പറഞ്ഞത് ഈ അടുത്ത കാലത്താണ്. പെൺസുഹൃത്തുക്കളോടുള്ള തന്റെ പെരുമാറ്റം മോശമായിരുന്നു എന്നും അവരുടെ വിശ്വാസം തകർത്തു എന്നും നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്നു എന്നുമാണ് വേടൻ ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞത്. എന്നാൽ വീണ്ടും വേടനെതിരെ ഒരു പരാതി ഉയർന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, വേടനെതിരെ ആദ്യമായി പരാതി പറഞ്ഞ പെൺകുട്ടി മുതൽ പിന്നീട് ഇങ്ങോട്ട് ന്യൂസ് മിനിറ്റിനോട് സംസാരിച്ച മറ്റു പെൺകുട്ടികളൊക്കെ പറയുന്നത് അവർക്ക് കേൾക്കേണ്ടത് വേടൻ വേദനിപ്പിച്ച, വേടനാൽ ലൈംഗിക അതിക്രമം നേരിട്ട ഓരോരുത്തരോടും വ്യക്തിപരമായി വേടൻ മാപ്പ് പറയണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ വേടൻ ചോദ്യം ചെയ്തു. അതാദ്യം വ്യക്തിപരമായൊരു വേദനയായി അവർ പരസ്യമായി പലയിടത്തും പറഞ്ഞു. എന്നിട്ടും അത് ഗൗനിക്കാതെ തന്റെ കലയുമായി മുന്നോട്ട് പോയ വേടനെതിരെ ഒരാൾ നിയമപരമായി നീങ്ങുകയാണ്. കോടതിയിലേക്ക് കേസ് എത്തുകയാണ്. ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ ഒരു ജഡ്ജി എങ്ങനെയാകും വേടന്റെ കേസിനെ നോക്കിക്കാണുക എന്ന് നമുക്ക് സീനിയർ അഭിഭാഷകനായ PV ദിനേശിനോട് ചോദിക്കാം. വേടന്റെ കേസ് അല്ലെങ്കിൽ അതിന് സമാനമായ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസ് കോടതിയിൽ എത്തുമ്പോൾ ഒരു ജഡ്ജ് എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക? വേടന്റെ കേസായാലും ഏതൊരു വ്യക്തിയുടെ കേസായാലും ഇപ്പൊ കോടതിയുടെ മുമ്പിൽ വേടന്നൊരു വ്യക്തിയില്ല, പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന രീതിയിൽ മാത്രമേ അതിനെ കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് കൂടുതലും ഇപ്പോൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു കാറ്റഗറിയാണ് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കേസ്. ഇപ്പൊ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു സംഭവമാണ്. കാരണം അത് വരാനുള്ള പ്രധാന കാരണത്തിലേക്ക് നമുക്ക് കടക്കാം. ലിവിങ് ടുഗദർ, അതുപോലത്തെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം കോടതി നോക്കുന്നത് ഇത് ഉഭയസമ്മത പ്രകാരമാണോ, ഒരു കൺസെൻഷ്യൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷെ അതിലുപരിയായി അതാണ് ബേസിക് ടെസ്റ്റ്, കൺസെന്റ്. അതാണ് ബേസിക് ടെസ്റ്റ്, ഈ പീഡനത്തിന്റെ ബേസിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈ വിവാഹ വാഗ്ദാന പീഡനം എന്ന് പറയുമ്പോൾ കോടതി നോക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് ആ പുരുഷന്റെ ഭാഗത്തുണ്ട്, മനസ്സിൽ. ആ സ്ത്രീക്ക് അത് അറിയില്ല. അപ്പം ആ ഒരു ഇന്റൻഷനോടുകൂടി നിന്നെ വിവാഹം കഴിക്കാം എന്നുള്ള ഒരു പ്രോമിസിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുകയാണെങ്കിൽ അത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന ഒരു കേസായി മാറും. പക്ഷെ അതേസമയം ഒരു ബ്രീച്ച് ഓഫ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ അത് പ്രോമിസ് ടു മാരി എന്നുള്ളൊരു ഗണത്തിൽ വരുന്ന സംഭവമാണ്. അതേസമയം
ഇതിനകത്ത് ഒരു കരാർ ലംഘനം അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് പ്രോമിസിന്റെ ഒരു ഇഷ്യൂ കൂടെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് രണ്ടുപേരും ആത്മാർത്ഥമായ ഒരു പ്രണയ ബന്ധത്തിൽ ഏർപ്പെടുന്നു. കുറച്ചു കഴിഞ്ഞ് അവർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവർ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സിലാക്കുന്നു, എനിക്ക് മറ്റേ വ്യക്തിയുമായി അല്ലെങ്കിൽ ഈ പുരുഷൻ മനസ്സിലാക്കുന്നു സ്ത്രീയുമായി എനിക്ക് മുന്നോട്ടുള്ള ജീവിതം സാധ്യമല്ല എന്ന് തോന്നുവാണെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അവിടെ ഒരു റേപ്പില്ല, അവിടെ വരും ഒരു ബ്രീച്ച് ഓഫ് പ്രോമിസ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അപ്പൊ സ്വാഭാവികമായിട്ടും കോടതി പരിശോധിക്കുന്നത് ഇത് ഈ ബന്ധം തുടരുന്നതിന് മുമ്പ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു എന്താണ് ഒരു ഡിസീറ്റ്ഫുൾ മീൻസ്, അതായത് ഇദ്ദേഹത്തിനെ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള ഏർപ്പാടാണോ ഇല്ലയോ എന്നുള്ളതാണ് കോടതി അതിനകത്ത് നോക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പിന്നെ പീഡിപ്പിച്ചു എന്നുള്ള കേസുകളിൽ വിവാഹിതയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ വിവാഹിതനായ ഒരു പുരുഷൻ തമ്മിലൊക്കെ പല ബന്ധങ്ങളും ഉണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം, അറിയാതെ ആയിരിക്കാം പരസ്പരം ഇവര് ബന്ധത്തിൽ ഏർപ്പെടുന്നതൊക്കെ. അപ്പോൾ ഇത്തരം പിന്നെ വിവരങ്ങൾ മറച്ചു വെക്കുന്നത് കുറ്റാണോ? അപ്പോൾ ഒരാൾ വിവാഹിത അല്ല എന്ന് കരുതി ഒരു സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു, പിന്നീട് അയാൾ തിരിച്ചറിയുന്നത് വിവാഹിതയാണെന്ന്, അപ്പോൾ ഈ കരാറിന് പിന്മാറാം. അപ്പോൾ വിവാഹിതയായ സ്ത്രീക്കും ഇതേ കേസ് നിലനിൽക്കുമോ, വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്നുള്ളത്? അതും ഓരോരോ കേസും അതിന്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇത്തരത്തിലുള്ള കേസുകളൊക്കെ തന്നെ അതാത് കേസിന്റെ സാഹചര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സാഹചര്യം ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഡിസൈഡ് ചെയ്യപ്പെടുക. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ, കുട്ടികളുള്ള ഒരു സ്ത്രീ, വേറൊരു പുരുഷൻ, വിവാഹ അസ്വാരസ്യങ്ങളുള്ള മാറി താമസിക്കുന്ന എന്നാൽ ഡിവോഴ്സ് ആയിട്ടില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നിരിക്കട്ടെ. അതിനുശേഷം അയാൾ പറയുന്നു, അതിനുശേഷം ആ വ്യക്തി പിന്നെ കുറച്ചു കാലം സ്ത്രീയെ വിവാഹം കഴിക്കുന്നില്ല, പക്ഷെ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഈ സ്ത്രീ ഒരു റേപ്പ് കേസ് കൊടുക്കുന്നു. അപ്പൊ കോടതി നോക്കുന്നത് ഈ സ്ത്രീക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആ പുരുഷൻ എന്ന് പറയുന്നത് വിവാഹിതനായിട്ടുള്ള വ്യക്തിയാണ്, ഡിവോഴ്സ് കിട്ടിയിട്ടില്ല, തനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പൊ ഇതൊക്കെ കുറേ ഒരു 99% അസംഭാവ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ അത് മാത്രമല്ല, ഇവരുടെ ബന്ധം ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ നീണ്ടു വന്നിരിക്കാം. അപ്പോൾ 1 വർഷവും 2 വർഷമൊക്കെ നിരന്തരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ത്രീ ആ പുരുഷനെ പിന്നീട് ലൈംഗിക ആരോപണം നടത്തിയെന്ന് പറയുകയാണെങ്കിൽ അത് കോടതി അംഗീകരിക്കില്ല. ആളുകൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് വർഷങ്ങളോളം ഒരാളെ പീഡിപ്പിക്കാൻ പറ്റുക? അല്ലെങ്കിൽ 2 വർഷം എന്നെ പീഡിപ്പിച്ചു, 3 വർഷം പീഡിപ്പിച്ചു, അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം അതെങ്ങനെയാണ് വർഷങ്ങളോളം അതിന്റെ ഒരു കാര്യമാണല്ലോ പറഞ്ഞത്. അതെങ്ങനെയാണ് കോടതി എടുക്കുന്നത് അത്തരം കേസുകളെയൊക്കെ? ഈ വർഷങ്ങളോളം പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷങ്ങളോളം പീഡിപ്പിച്ചാലും അത് റേപ്പായി മാറുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ ഈ പവർ ഡൈനാമിക്സ് നോക്കുക. വളരെ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ വരുന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പം അതേസമയം ബന്ധത്തിൽ ഏർപ്പെടുന്ന തന്നെ 2-3 വർഷം ആത്മാർത്ഥ പ്രണയം എന്ന് നടിച്ചുകൊണ്ട് ഈ വ്യക്തി ബന്ധത്തിൽ 2-3-4 വർഷം കണ്ടിന്യൂ ആണ്. പക്ഷെ അതേസമയം ഇവൻ എന്ത് ചെയ്യുന്നു? വേറെ അച്ഛനും അമ്മയും ഇവന് വേണ്ടി വിവാഹം അന്വേഷിക്കുന്നു, ഇവൻ വേറെ സ്ത്രീകളെ സംസാരിക്കുന്നു, വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു എക്സാമിനേഷൻ മറുവശത്ത് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 4 വർഷമോ 5 വർഷമോ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ സ്ത്രീയെ സമയത്തോളം ഒരു തെറ്റിദ്ധാരണ ക്രിയേറ്റ് ചെയ്ത്, ഒരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്ത്, ആ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കൺസെന്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതി 4 വർഷമായാലും 5 വർഷമായാലും കോടതി എപ്പോഴും നോക്കും. ബേസിക്കലി സാമ്പത്തികമായിട്ടുള്ള അന്തരം, ജാതീയമായിട്ടുള്ള അന്തരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒരിക്കൽ പോലും സാധാരണ സാമൂഹിക സിറ്റുവേഷൻ അനുസരിച്ച് രണ്ടുപേരും നോർമൽ കേസിൽ വിവാഹം കഴിക്കാൻ സാധ്യതയില്ലാത്ത, പരസ്പരം വിവാഹം കഴിക്കാൻ സാധ്യതയില്ലാത്ത സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യക്തികൾ ആ വ്യക്തിയുടെ പണം, അധികാരം, അല്ലെങ്കിൽ ആ പുരുഷന്റെ അധികാരം, പണം എന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയെ വശീകരിച്ച് വർഷങ്ങളോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതൊരു റേപ്പായി കണക്കാക്കാം. അധികം ആളുകൾ മനസ്സിലാക്കാത്തൊരു പോയിന്റാണ് ഈ പവർ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള 2 ആളുകൾ റിലേഷൻഷിപ്പിലാവുന്നതും ഈ പവർ ഡൈനാമിക്സിൽ വലിയ വ്യത്യാസമുള്ള ആളുകൾ തമ്മിൽ റിലേഷൻഷിപ്പിലാവുന്നതും തമ്മിൽ കേസ് കോടതിയിൽ എത്തുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടല്ലേ? അതിൽ ആളുകൾ എന്താ? തീർച്ചയായും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉദാഹരണത്തിന് റേപ്പ് എന്ന് പറയുന്ന ഒരു ഒഫൻസ്, അതായത് ജെൻഡർ ന്യൂട്രൽ അല്ല. സ്ത്രീ പുരുഷനെ റേപ്പ് ചെയ്തു എന്നുള്ള, അന്ന് നിർഭയ കേസിന് ശേഷം റേപ്പ് നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് 2012 ശേഷമാണ്. അപ്പോ നിർഭയ കേസിന്റെ സമയത്ത് ഒരു വലിയൊരു ആർഗ്യുമെന്റ്സ് വന്നു.
സ്ത്രീകൾ പുരുഷന്മാരെ റേപ്പ് ചെയ്യുന്ന കേസുകളുണ്ടല്ലോ, അതുപോലെ പുരുഷന്മാരെ സ്ത്രീനെ റേപ്പ് ചെയ്യുന്ന കേസുകളുണ്ടല്ലോ. അപ്പൊ റേപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ട് റേപ്പ് ചെയ്താലും ഇങ്ങോട്ട് റേപ്പ് ചെയ്താലും റേപ്പായി കണക്കാക്കണം എന്നുള്ളൊരു വാദമുണ്ട്. അത് ജനറൽ ന്യൂട്രൽ ആക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുക. പക്ഷേ അത് ആ വാദം തള്ളിക്കളഞ്ഞ് നമ്മളെ സമൂഹം അത്രത്തോളം ഉയർന്നിട്ടില്ല എന്ന രീതിയിൽ കണക്കാക്കി സ്ത്രീ പുരുഷനെ ചൂഷണം ചെയ്യുന്നതിനെയാണ് റേപ്പ് എന്ന രീതിയിൽ കണക്കാക്കുന്നത് നമ്മൾ. അപ്പം അങ്ങനെ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ഈ നിയമങ്ങളൊക്കെ തന്നെ, ഉദാഹരണത്തിന് മാട്രിമോണിയൽ നിയമങ്ങൾ, മറ്റു കുറെ കസ്റ്റഡിന്റെ കാര്യത്തിലായാലും മെയിൻ്റനൻസിന്റെ കാര്യത്തിലായാലും റേപ്പിന്റെ കാര്യത്തിലായാലും സ്ത്രീകളെ സംബന്ധിച്ചോളം കുറച്ചും കൂടെ അനുഭാവപൂർണമായിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുള്ള നിയമങ്ങളാണുള്ളത്. അത് എന്തുകൊണ്ടാണ് ഈ നിയമം നടപ്പാക്കുന്നതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ വളരെ എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. അത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, നിയമം അറിയുന്ന, നിയമത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളുണ്ട്. അതേസമയം ഒരു ഗ്രാമപ്രദേശത്ത് യാതൊരുവിധ എക്സ്പോഷറും ഇല്ലാത്ത ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. അപ്പം ഈ വളരെ എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളെ കയ്യിൽ ഈ നിയമം കിട്ടുന്ന സമയത്ത് അവർക്ക് ദുരുപയോഗം ചെയ്യാൻ പറ്റും. ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ അബലകളായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം, അവർക്ക് സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ആനുകൂല്യം കൂട്ടിക്കൊടുത്തിട്ടുള്ള നിയമങ്ങൾ വളരെ എംപവേർഡ് ആയിട്ടുള്ള, വളരെ അർബനൈസ്ഡ് ആയിട്ടുള്ള, വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയെ സമയത്തോളം വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടാൻ പറ്റും. അപ്പം അപ്പൊ കോടതി, ഞാൻ പറഞ്ഞതിലേക്ക് വരാം. അപ്പൊ കോടതി നോക്കുന്നത് ഈ ഉദാഹരണത്തിന് 2 സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ്, അവര് ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ഏർപ്പെടുന്നു. 4 വർഷം ഒരുമിച്ച് താമസിക്കുന്നു. അവർ ബന്ധം വേർപിരിയുന്നു പല കാരണങ്ങളാൽ. പിന്നീട് നേരെ ആ കുട്ടി പോയി റേപ്പ് കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അവർ ഈക്വലി പ്ലേസ്ഡ് ആണ്. വേറെ സാഹചര്യങ്ങളിൽ കൺസെന്റ് കള്ളം പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ള സാഹചര്യങ്ങളോ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വിൽ, എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ നിർബന്ധിതമായിട്ടുള്ള ബന്ധവും അല്ല എന്ന് കോടതി കാണുകയാണെങ്കിൽ തീർച്ചയായും അത്തരം കേസുകൾ റേപ്പ് അല്ല എന്ന് കോടതി കണക്കാക്കും. കാരണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജഡ്ജസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ജഡ്ജസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ആൾക്കാരൊന്നും അല്ലല്ലോ. ഇവരെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾക്കറിയുന്ന കുറെ ജഡ്ജസ്, നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ജഡ്ജസ് ഉണ്ട്. ഇവരൊക്കെ ലോ കോളേജിൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്, സമൂഹത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണ്, എല്ലാ വില്ലത്തരം ചെയ്തിട്ടും വില്ലത്തരങ്ങൾ കണ്ടിട്ടും വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർക്കെല്ലാം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകും. ഇത് ഒരാൾ വാല് വെക്കുമ്പോൾ തന്നെ ഇത് എന്താണ് അവസ്ഥ എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാവുന്ന ആൾക്കാരാണ് ഇവരൊക്കെ തന്നെ. അവരുടെ നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പൊ ഈ കേസുകളിൽ ഈ നെല്ലും പതിരും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അപ്പോ വേറൊരു ചോദ്യം, ചിലപ്പോൾ സാങ്കല്പിക ചോദ്യമായിരിക്കും. ഈ വാഗ്ദാന ലംഘനവും കരാർ ലംഘനവും ബ്രേക്കപ്പും ഒക്കെ പുരുഷന്മാർക്കും ഉണ്ടാവുമല്ലോ. അവർക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ സ്ത്രീകളെ കുറിച്ച് പരാതിപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? അതിൽ ഏതെങ്കിലും പുരുഷൻ അങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും റേപ്പായി പരാജയപ്പെടാൻ പറ്റില്ല. പക്ഷെ ഈ വാഗ്ദാന ലംഘനം എന്ന് പറയുന്നത് ഒരു കരാർ ലംഘനമാണ്. അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ പിന്മാറി. പറ്റിച്ചു എന്ന് പറയട്ടെ, ഒരു സ്ത്രീ എന്നെ പറ്റിച്ചു, എന്റെ പൈസ മുഴുവൻ അടിച്ചെടുത്തു, അവള് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു, നിന്റെ സമ്പാദ്യം മുഴുവൻ എനിക്ക് തരണം, ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിക്കുന്നില്ല എന്ന സ്ത്രീ വേറെ ആളെ കൂടെ പോയി, സ്വാഭാവികമായിട്ടും പുരുഷന് കേസ് കൊടുക്കാം. സ്ത്രീകളുടെ അടുത്ത് അധികം സാമ്പത്തികമായി ബന്ധപ്പെട്ട പരാതി ആയിരിക്കും അല്ലെ? പുരുഷന്മാർ പറയുന്ന എപ്പോഴും പൈസ അടിച്ചു മാറ്റി എന്നുള്ള തരം ആയിരിക്കാം സംഭവങ്ങളാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് പുരുഷന് കേസ് കൊടുക്കാം. എന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിവിൽ കേസ് കൊടുക്കാം. അല്ലെങ്കിൽ ഈവൻ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന രീതിയിൽ ഒരു ക്രിമിനൽ കേസായിട്ടും കൊടുക്കാം, സിവിൽ കേസായിട്ടും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ റേപ്പ് അവിടെ വരില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു ജഡ്ജിമാര് നമ്മളെയൊക്കെ പോലുള്ള മനുഷ്യരാണ്, അവർക്ക് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മളെക്കാൾ ബോധം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന കേസുകൾ കോടതിക്ക് മുന്നിൽ വരുമ്പോൾ ഈ മാധ്യമ വാർത്തകളുടെ പ്രഷർ അല്ലെങ്കിൽ അത് ജഡ്ജിമാരെ സ്വാധീനിക്കുകയൊക്കെ ചെയ്യില്ല. ഇപ്പൊ വേടനെ പോലെ അതിപ്രശസ്തനായ ഒരാളുടെ കേസാണ് വരുന്നതെങ്കിൽ തീർച്ചയായും സ്വാധീനിക്കും. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കാണുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ ബെയിൽ കേസുകളൊക്കെ തന്നെ ബെയിലിന് നേരെ ഹൈക്കോർട്ടിലല്ല പോവുക, ട്രയൽ കോർട്ടിൽ മജിസ്ട്രേറ്റിന്റെ അടുത്താണ് നമ്മൾ ബെയിലിൽ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ജുഡീഷ്യൽ ഹെയറാർക്കിയിൽ ആ ശ്രേണിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാരാണ് സാധാരണ ബെയിൽ കൊടുക്കുന്ന മജിസ്ട്രേറ്റ്സും അവരൊക്കെ തന്നെ. അവരുടെ മുമ്പിൽ ഒരു പോലീസ് സിസ്റ്റം പോലെ ഡിസ്ട്രിക്ട് ജഡ്ജ് ഉണ്ട്, ഹൈക്കോടതി ജഡ്ജസ് ഉണ്ട്, സുപ്രീം കോടതി ഇവരെപ്പോഴും സ്ക്രൂട്ടിനിന്റെ പുറത്താണ് നോക്കുന്നത്. അപ്പൊ മിക്ക മജിസ്ട്രേറ്റും ഇന്ത്യയിൽ ഇപ്പം പല പല കേസുകളിലും ബെയിൽ കൊടുക്കില്ല. ഈ കേസുകളിൽ മാത്രമല്ല, ഇപ്പൊ ഡൽഹിയിലൊക്കെ ഉള്ള മിക്ക കേസുകളിലും എന്ത് ചെയ്യില്ല, ബെയിൽ കൊടുക്കില്ല. ബെയിൽ കൊടുക്കണം എന്ന് തോന്നിയാൽ പോലും കൊടുക്കാൻ പേടിക്കും. കാരണം വളരെ സത്യസന്ധനായിട്ടുള്ള
ഒരു ഓഫീസർ ആണെങ്കിൽ പോലും നാളെ ആരെങ്കിലും പറയും, ഇത് ഇവൻ കോടീശ്വരനാണ്, ഇവന്റെ കേസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ വന്നു, പൈസ എന്തോ എന്നാലും വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലാണ്ട് ഈ ബെയിൽ കൊടുത്ത്, അല്ലാണ്ട് ഇയാൾ എങ്ങനെ ബെയിൽ കൊടുക്കുക എന്ന് പറയും. അപ്പോൾ സാമൂഹിക മനസാക്ഷിയെ സമയത്തുള്ള ഞെട്ടിക്കുന്ന ഒരു കേസാവും. പക്ഷെ നിയമപരമായി 100% ബെയിലിന് അർഹമായിട്ടുള്ള ഒരു കേസായിരിക്കാം അത്. അപ്പോൾ മജിസ്ട്രേറ്റ് സാമൂഹിക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കേസിൽ, എന്നാൽ നിയമപരമായി കൊടുക്കേണ്ട ഒരു കേസിൽ മജിസ്ട്രേറ്റ് ഒന്ന് വിറക്കും. ഞാൻ ഏതായാലും ബെയിൽ ഇപ്പോൾ തൽക്കാലം കൊടുക്കണ്ട, എൻ്റെ തടി സേവ് ചെയ്യാം, ഒരു ബെയിൽ വേണമെങ്കിൽ പോയി ഡിസ്ട്രിക്ട് കോർട്ട് പോയി വാങ്ങിച്ചോട്ടെ, സെഷൻസിൽ പോയി വാങ്ങിച്ചോട്ടെ, അല്ലെങ്കിൽ ഹൈക്കോടതി കൊടുത്തോട്ടെ, അവർക്കാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, അവരാരും പൈസ വാങ്ങിച്ചു എന്ന് ഒരു മജിസ്ട്രേറ്റിനെ കുറ്റപ്പെടുന്ന അതേ രീതിയിൽ ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിനോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിനോ കുറ്റപ്പെടുത്തില്ല. അപ്പം ഞാൻ എന്തിനാ വെറുതെ തടി കേടാക്കുന്നു എന്നുള്ളൊരു മൊത്തത്തിലുള്ള ഒരു ഈ ലോവർ ജുഡീഷ്യറിയിലെ ജഡ്ജസിനുണ്ട്. പാവങ്ങൾ ആരെങ്കിലും അല്ല, പെട്ടുപോയാല് ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാര്യം ഞാൻ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റേപ്പ് ലോസ് ഇപ്പൊ പുതിയ നിയമം വന്നല്ലോ, BNS വന്നു, പുതിയ നമ്മളെ പഴയ IPC മാറി. അങ്ങനെ വന്ന സമയത്ത് പിന്നെ ഈ പ്രോമിസ് ടു മാരി, അതായത് ബൈ ഡിസീറ്റ്ഫുൾ മീൻസ്, യൂസിങ് ഡിസീറ്റ്ഫുൾ മീൻസ് എന്നുള്ള ഒരു സംഭവം സെപ്പറേറ്റ് ഒരു ഒഫൻസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പണ്ടാണെങ്കിൽ റേപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പഴയ IPC റേപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ആ റേപ്പ് പരിശോധിച്ച് അവിടെ വിവാഹ വാഗ്ദാനം നൽകിയതാണോ അല്ലയോ എന്നുള്ള ഒരു വിശകലനം നടത്തിയതിനു ശേഷമാണ് ചെറുതും വലുതുമായിട്ടുള്ള ശിക്ഷകൾ കൊടുത്തുവിട്ടിട്ടുള്ളത്. ഇപ്പൊ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള കേസുകൾ വളരെ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഭാരതീയ നിയമ സംഹിതയിൽ സെക്ഷൻ 69 പ്രകാരം അതൊരു സെപ്പറേറ്റ് വകുപ്പ് തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. റേപ്പല്ല, ഈ ലൈംഗിക ചൂഷണം 10 വർഷം വരെ ശിക്ഷ കിട്ടുന്ന ഒരു വകുപ്പ് തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. അല്ല, അത് അത് ഞാൻ അതിൽ എന്തെല്ലാം കേസുകൾ അത് പറഞ്ഞു. എന്തൊക്കെ വരും? അപ്പൊ മറ്റതിലാണെങ്കിൽ റേപ്പ് മാത്രമേ വരുള്ളൂ, ഇതിലാണെങ്കിൽ ഈ വഞ്ചന, കരാർ ലംഘനം എല്ലാം വരും. ഈ സംഭവങ്ങൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് സെപ്പറേറ്റ് ഒഫൻസ് തന്നെ ആക്കി മാറ്റി. അപ്പം റേപ്പ് ആവില്ല, പക്ഷെ ലെസർ ഒഫൻസ് ആണ്. പക്ഷെ അവിടെയും കോടതി നോക്കുന്നത് ഈ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചീറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് കോടതി നോക്കുക. അതിന്റെ ഇടയിൽ റിലേഷൻഷിപ്പ് വളരെ ക്ലീനായി തുടങ്ങി, ഒരു പ്രേമബന്ധം തുടങ്ങി, അതിനുശേഷം ബ്രീച്ച് ഓഫ് പ്രോമിസ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അത് ചിലപ്പോൾ റേപ്പായി കണക്കാക്കില്ല. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് മൊത്തം വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ബന്ധങ്ങളുടെ ഒരു സാഹചര്യം നോക്കും എന്നാണ് പറഞ്ഞത്, എങ്ങനത്തെ ബന്ധമാണ് ഇതെന്നുള്ളത്. അപ്പൊ ഈ തീർച്ചയായും. പറയുന്ന പീഡിപ്പിക്കപ്പെട്ട ഇടങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ബന്ധത്തിന്റെ കാലയളവിന് പ്രസക്തി ഉണ്ടോ? ഇപ്പൊ സ്ത്രീയുടെ വീട്ടിലാണ് സ്ഥിരമായിട്ട് ചെല്ലുന്നത്, അല്ലെങ്കിൽ പുരുഷന്റെ വീട്ടിലാണ്, ഇത്തരം ഇതിലൊക്കെ കൺസെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? അതായത് ഇടം എന്ന് പറയുന്ന ഒരു കൺവീനിയന്റ് ഫാക്ടർ മാത്രമേ ഉള്ളൂ. കൺസെന്റ് ആണ് ബേസിക് സംഭവം. അപ്പൊ ആരുടെ സ്ഥലത്ത് ഇപ്പൊ പ്രത്യേകിച്ചും ദീർഘമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർ, 2, 3, 4 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർ എവിടെയും പോകാലോ. അതൊരു വളരെ ചിലപ്പോൾ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവരിതാ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഇവര് ലിവിങ് ടുഗദർ ആണ്. ഇപ്പൊ എല്ലാ ലിവിങ് ടുഗദർ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ബേസിക്കലി ലിവിങ് ടുഗദർ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ചാലും തെറ്റൊന്നുമില്ല. അല്ലാണ്ട് ഇപ്പൊ കല്യാണം കഴിച്ച് 6 മാസം കഴിഞ്ഞ് തെറ്റിപ്പിരിതിനെ കാട്ടി നല്ലത് പരസ്പരം അറിയുന്നത് നല്ലതാണ്. അത് മാത്രമല്ല, ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്, ഇപ്പൊ ലിവിങ് ടുഗദറിൽ സെക്സ് ഉണ്ടാവാം, സെക്സ് ഇല്ലാതിരിക്കാം. പക്ഷെ ലിവിങ് ടുഗദർ എന്നൊരു സംഭവം എന്താ പറയേണ്ടത്, അതില് കോടതി അംഗീകരിച്ചിട്ടുള്ള കേസുകളാണ്. കണ്ടമാനം കേസുകളിൽ ലിവിങ് ടുഗദർ ആണ് എന്ന് അംഗീകരിച്ച് റേപ്പ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുറെ കേസുകൾ കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അല്ല, ലിവിങ് ടുഗദർ ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെയാണ് കോടതി എങ്ങനെ നിശ്ചയിക്കുന്നത്? ഇവര് പറയുന്ന അനുസരിച്ചാണോ? ഇപ്പൊ എത്ര കാലം ഒപ്പം ജീവിക്കുന്നതിനാ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്? അത് ഞാൻ പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ടിന്യൂഡ് കൊഹാബിറ്റേഷൻ മാരേജ് ആണെന്ന് പറയും. അതായത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കല്യാണം കഴിക്കാണ്ട് തന്നെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടാവും. അതായത് 2, 3, 4 ഭാര്യമാരുണ്ടാവും. ചിലപ്പം ചില സ്ത്രീകളുടെ കൂടെ 25 വർഷമായിട്ടും 20 വർഷമായിട്ടും ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒഫീഷ്യലി കല്യാണം കഴിച്ചിട്ടേ ഉണ്ടാവില്ല. അതിലൊരു കുട്ടി പറഞ്ഞു ആണെങ്കിൽ അപ്പൊ അത്തരത്തിലുള്ള കേസ് കൊടുക്കും. അതായത് ഇത് മാരേജായി കണക്കാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേസ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ കോടതി നോക്കും അത് രണ്ടാമത്തെ മാരേജ് ആണോ, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന മാരേജ് ആണോ. ചിലപ്പോൾ കണ്ടിന്യൂഡ് കൊഹാബിറ്റേഷൻ മാരേജ് ആയിട്ട് തന്നെ അംഗീകരിക്കും. ഓഫ് കോഴ്സ് അതിലെ കുട്ടികൾക്ക് എന്തോന്നാലും റൈറ്റ് ഉണ്ടാവും പുരുഷന്റെ പ്രോപ്പർട്ടിയിൽ. പക്ഷെ നമ്മളിതിപ്പം ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറയാൻ പാടില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും കുടുംബ സ്വത്തിൽ, അദ്ദേഹത്തിന്റെ സ്വത്തിൽ, വ്യക്തിയുടെ സ്വത്തിൽ അവകാശം ഉണ്ടാവും. പക്ഷെ സ്ത്രീ വൈഫാണോ എന്നുള്ള ടെസ്റ്റ് കണ്ടിന്യൂഡ് കൊഹാബിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലിവിങ് ടുഗദറിന്റെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സിറ്റിയിൽ മെട്രോ സിറ്റിയിൽ താമസിക്കുന്ന 2 വ്യക്തികൾ വാടക 50,000 രൂപ, ഒരാൾ 25,000 രൂപ ഷെയർ ചെയ്യുന്നു, മറ്റേ ആൾ 25,000 രൂപ ഷെയർ ചെയ്യുന്നു.
അവർക്ക് രണ്ടുപേർക്കും താൽക്കാലികമായി കല്യാണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവും, മറ്റു പ്രാരബ്ധങ്ങൾ ഉണ്ടാവും. അപ്പൊ തൽക്കാലം അവരുടെ യുവത്വ പീരീഡിൽ ആ നാളുകളിൽ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. പറ്റുമെങ്കിൽ വേണമെങ്കിൽ കല്യാണം കഴിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നു. അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. അപ്പൊ കോടതി മൊത്തം നോക്കും ഈ സാഹചര്യങ്ങൾ. റെന്റ് ഈക്വലായി പേ ചെയ്തിട്ടുണ്ടാവും. രണ്ടുപേരും 25, എനിക്കറിയുന്ന എത്രയോ ബന്ധങ്ങളുണ്ട്. 25 രണ്ടുപേരും കൃത്യമായി റെന്റ് പേ ചെയ്യുന്നു, മൊത്തം എക്സ്പെൻസസ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത്തരം സംഭവങ്ങളിൽ അതൊരിക്കലും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ആ ലേഡി പോയിട്ട് ഞാനിത് എന്നെ റേപ്പ് ചെയ്തു, കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ കോടതി ഇതൊരു തമാശയായിട്ടാണ് കണക്കാക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് വേറൊരു ജെൻഡർ ഇഷ്യൂ കൂടിയുണ്ട്. ഇത് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം, അല്ലെങ്കിൽ ഈ രണ്ടുപേര് തമ്മിൽ ആത്യന്തികമായി താമസിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാണ്. കല്യാണമാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന രീതിയിലുള്ള ഒരു വികലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതിനകത്തുണ്ട്. അതൊരു വേറൊരു തലത്തിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ എന്താ പറയാ, ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത് നമ്മളെ സമൂഹം ഭയങ്കര പ്രധാനപ്പെട്ടതായിട്ട് സ്ത്രീക്ക് കണക്കാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും സ്ത്രീക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഈ ലൈംഗിക വിശുദ്ധി എന്നൊക്കെ പറയുന്നത് അതിനൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ. അതിനൊന്നും ഒരു അല്ല, പക്ഷെ അപ്പൊ ഈ കോടതി കേസുകൾ എന്തിന്റെ പേരിലാണ് പരിഗണിക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. അതിലേക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ അതിലേക്ക് ഞാൻ വരുന്നത്. ഇപ്പൊ ഈ മൊറാലിറ്റി എന്ന് പറയുന്നൊക്കെ വളരെ പിന്നെ അതിനൊന്നും കൃത്യമായിട്ട് ഒരു സ്കെയിലില്ല. ഒരു 10, 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക് എന്ന രീതിയിൽ ഒരു അവാർഡ് മാർക്ക് കൊടുക്കാൻ പറ്റിയ സംവിധാനം എന്നുള്ള ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മൊറാലിറ്റി ആയിരിക്കില്ല, ഒരു വെസ്റ്റേൺ മൊറാലിറ്റി. ഈ മൊറാലിറ്റി ആയിരിക്കില്ല ആഫ്രിക്കയിൽ പോയിട്ടുള്ള ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത്. ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് വളരെ മൂർത്തമായ ഒരു സങ്കല്പവും കാര്യങ്ങളും ഒന്നുമല്ല. പിന്നെ അപ്പൊ ഇത് പറഞ്ഞു വരുന്ന സമയത്ത് തന്നെ ഈ വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഈ മൊറാലിറ്റിക്ക് അല്ലെങ്കിൽ കന്യകാത്വം എന്നുള്ള ഒരു പാട്രിയാർക്കൽ ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള കാരണം ഒരു കോൺസെപ്റ്റാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ആ സ്ത്രീ തനിക്ക് മാത്രമുള്ള ഒരു വ്യക്തിയായി നിലനിർത്തുക എന്നുള്ളത് അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്ത്രീ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയുന്ന വാദത്തിൽ നിന്ന് വരുന്ന കുറെ സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു റേപ്പ് ഇൻസിഡന്റ് നടക്കുകയാണെങ്കിൽ തന്നെ സമൂഹത്തിൽ ആരോടും പറയാതിരിക്കുന്നത്. റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയ്യോ ആ സ്ത്രീയുടെ മൊറാലിറ്റി പോയി, അല്ലെങ്കിൽ കന്യകാത്വം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആ സ്ത്രീ എടുക്കാച്ചരക്കായി സമൂഹത്തിൽ മാറി എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് വളരെ സമൂഹത്തിന്റെ സൃഷ്ടിയാണത്. പക്ഷെ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇപ്പം നമ്മുടെ ഫിലിം നടി ആക്രമിക്കപ്പെട്ടുള്ള കേസിൽ ആ ആക്രമിക്കപ്പെട്ട നടിക്ക് വളരെയധികം ആൾക്കാർ സ്വീകരിക്കുകയും ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംരക്ഷണവും കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ റേപ്പിനെ തന്നെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിമറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്നാണ് ഈ അത് ഓഫ് കോഴ്സ് തികച്ചും മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, ഒരിക്കലും പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഷിഫ്റ്റ്, നമ്മുടെ സമൂഹത്തിൽ മാറ്റം വന്നിട്ടുള്ളൊരു നിയമം എന്ന് പറയുന്നത് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടുള്ള ഒരു നടിയെ സമൂഹം വലിയ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുണ്ട് കേരള സമൂഹം. അത് വളരെ പോസിറ്റീവ് ആക്സെപ്റ്റ് ചെയ്തു സമൂഹം. അത് സ്ത്രീയുടെ കുറ്റമല്ല. എപ്പോഴും റേപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും റേപ്പ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ കുറ്റമല്ല. റേപ്പ് ആണെങ്കിൽ അതിൽ പിന്നെ റേപ്പ് ആയിട്ട് സ്ത്രീ സഹകരിച്ച പിന്നെ റേപ്പ് അല്ല. അപ്പം റേപ്പ് ചെയ്യപ്പെട്ട ഒരു കുട്ടിക്ക് സമൂഹം വളരെയധികം റേപ്പ് ചെയ്യപ്പെട്ടാത്ത സാധാരണ നിലയിൽ കാണുന്ന അതേ കാഴ്ചപ്പാടിലൂടെ അതിലുപരി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് വന്നിട്ടുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, കോടതി ഇത്തരം സ്ത്രീകളുടെ പരാതിയൊക്കെ പരിഗണിക്കുന്നത് ഈ മൊറാലിറ്റിയുടെ ഒരു അടിസ്ഥാനത്തിലാണ് എന്ന്. പക്ഷെ ശരിക്കും അത് കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കേസുകൾ പരിഗണിക്കുന്നത് അല്ലേ? തീർച്ചയായും കൺസെന്റ് അടിസ്ഥാനത്തിലാണ്. പണ്ടൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഈ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീയുടെ സ്വഭാവ ശുദ്ധിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് സെക്സ് വർക്കറിനെ റേപ്പ് പണ്ടൊന്നും അല്ല, ചില കോടതികളൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സെക്സ് വർക്കറാണ് അതുകൊണ്ട് ഞാൻ റേപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. റേപ്പ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആണ്, മനസ്സിലായില്ലേ? മൾട്ടിപ്പിൾ റേപ്സ് ഉണ്ടാവും. 5 ദിവസം തുടർച്ചയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ 5 റേപ്പാണ്.
അല്ലെങ്കിൽ തുടർച്ചയായി റേപ്പ് ചെയ്തു എന്ന് പറയാം. അപ്പൊ സെക്സ് വർക്കറിന്റെ അപ്പൊ പണ്ടാണെങ്കിൽ ഈ ചാരിത്രം ചോദിക്കുന്ന, ചാരിത്രത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഉം. രീതിയിലുള്ള ക്രോസ് എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ പണ്ട് നടക്കുക. അപ്പൊ സുപ്രീം കോടതി അതൊക്കെ വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് അതിലൊന്നും യാതൊരു പ്രസക്തിയും ആധുനിക കാലത്തെ നിയമത്തിന് ഇല്ല. ഒരു സ്ത്രീയുടെ കൺസെന്റിന് വിരുദ്ധമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റേപ്പാണ് എന്നുള്ള വളരെ ചുരുങ്ങിയ സംഭവത്തിലേക്ക് നിയമം എത്തിച്ചേർന്നു. പിന്നെ നമുക്കറിയാം ഈ എന്താ പറയേണ്ടത്, ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തന്നെയാണല്ലോ ജഡ്ജസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ ജഡ്ജസ് ആയിട്ടുണ്ട്, വളരെ കോൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ജഡ്ജസ് ആയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിനെ ഒരു മഹാസംഭവമായി അവള് പണ്ടേ അത്ര കാര്യമാണ്, അവൾ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടിൽ കാണുന്ന വ്യക്തികളും ഇല്ലാതില്ല. അവിടെ തന്നെ വരുന്നൊരു കാര്യമാണ് ഈ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത്. മാരിറ്റൽ റേപ്പ് ഇന്ത്യയിൽ കുറ്റകരാണോ ഇന്ത്യയിൽ, അതോ അല്ലേ? അല്ല, ഇന്ത്യയിൽ മാരിറ്റൽ കുറ്റകരമല്ല. റേപ്പ് കുറ്റകരമല്ല. അപ്പൊ മാരിറ്റൽ റേപ്പ് പിന്നെ അല്ലേ, ഇന്ത്യയിൽ അപ്പൊ അതിനെപ്പറ്റി പരാതി കൊടുക്കുന്നത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ലൈംഗിക അതിക്രമ പരാതി അല്ല, അപ്പൊ എന്ത് പരാതി കൊടുക്കുന്ന? ഈ ഗാർഹിക പീഡന പരാതി മാത്രമാണോ വിവാഹിതർക്കിടയിൽ അല്ല, നിലനിൽക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് ഈ മാരിറ്റൽ റേപ്പിനകത്ത് ഈ വയലന്റ് ആയിട്ടുള്ള സെക്ഷൽ അറ്റാക്സ് ഒക്കെ ചില ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ചില ആൾക്കാർ സാഡിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്ത്രീകളെ ഭീകരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന, ശാരീരിക പീഡനം നടത്തി അതിൽ ആനന്ദം കണ്ടെത്തുന്ന സാഡിസ്റ്റുകളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അതൊക്കെ തികച്ചും പറഞ്ഞ അത് കല്യാണം കഴിഞ്ഞാണെങ്കിൽ പോലും അതൊരു റേപ്പായിട്ട് തന്നെ കണക്കാക്കണം. പക്ഷെ അതിനകത്ത് അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ട്. ചിലപ്പം ഉദാഹരണത്തിന് എല്ലാ ദിവസവും കള്ളു കുടിച്ച് വീട്ടിൽ വന്ന് സ്ത്രീക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ സ്ത്രീയെ നിരന്തരമായി മർദ്ദിക്കുകയും അവന്റെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ള ഉപകരണം എന്ന രീതിയിൽ ആ സ്ത്രീയെ ഹറാസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അത് കല്യാണം കഴിഞ്ഞാൽ പോലും അതൊരു മാരിറ്റൽ റേപ്പ് ആയിട്ട് തന്നെ കണക്കാക്കണം. പക്ഷെ അതേസമയം വളരെ വെൽറ്റുവായിട്ടുള്ള രണ്ട് സ്ത്രീകൾ 5 വർഷം ഒരുമിച്ച് താമസിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഇയാളൊന്ന് ഫിക്സ് ചെയ്ത് കളയാം, ഇയാളെ സമൂഹത്തിൽ ഞാൻ ഒന്ന് നാറ്റിച്ച് എനിക്ക് വേറെ ബന്ധത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇവനെ നാളെ റേപ്പിസ്റ്റാക്കി മാറ്റാം എന്നുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് അതൊരു റേപ്പ് കൊടുക്കുമ്പോൾ അവിടെയാണ് ഈ മാരിറ്റൽ റേപ്പ് പ്രശ്നമായി വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മാരിറ്റൽ റേപ്പ് ഒരു ഒഫൻസായിട്ട് തന്നെ നിലനിർത്തണം, പക്ഷെ അതോടൊപ്പം കൊണ്ടുവരണം. പക്ഷെ അതിന് കുറേ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതെങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടാം. ഇപ്പൊ റേപ്പ് ലോസ് തന്നെ വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം മാരിറ്റൽ റേപ്പ് വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള കോടതി ഇന്ത്യയിൽ മുഴുവൻ തന്നെ മാരിറ്റൽ റേപ്പ് കേസുകളായിരിക്കും അത് വന്നു കഴിഞ്ഞാൽ. പക്ഷെ അതിന് എങ്ങനെ എന്താ പറയേണ്ടത്, അതൊരു റേപ്പ് അല്ലാത്ത രീതിയിൽ മാറ്റാം, അല്ലെങ്കിൽ അത് ഏതൊക്കെ കേസുകളാണ് കൃത്യമായും റേപ്പ് ഉള്ളത്, ഈ പവർ ഇക്വേഷൻസ്, ബാലൻസ്, ഇത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ, സാഹചര്യ തെളിവുകൾ, നിരന്തരമായിട്ടുള്ള പീഡനം, ശാരീരികമായി നിരന്തരമായി പീഡിപ്പിക്കുന്ന അവസ്ഥ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു ക്രൂരതയായിട്ട് തന്നെ കണക്കാക്കണം. അത് 100 കണക്കിന് കേസുകളുണ്ടല്ലോ, 100 കണക്കിന് ഇപ്പൊ കോടതികളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീ പുരുഷ ഉദാഹരണത്തിന് മാട്രിമോണൽ കേസസ്, കംപ്ലൈൻസ്, ഡിവോഴ്സ് കംപ്ലൈൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ചില കംപ്ലൈൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ മൃഗീയമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുണ്ട്. അതൊക്കെ പിന്നെ എന്താണ്, അതൊരു റേപ്പായി കണക്കാക്കുന്നില്ല. അതൊക്കെ തന്നെ എന്താണ്, ക്രൂരതയായിട്ടാണ് നമ്മുടെ കോടതിയിൽ 498 ക്രൂരതാ കേസുകളായിട്ടാണ് ഇതെന്ന് വിവാഹ ബന്ധത്തിലുള്ള ക്രൂരത എന്ന രീതിയിലാണ് കോടതിയിൽ എത്തിപ്പെടുന്നത്. ക്രൂരത മാത്രമല്ല, അതോടെ റേപ്പ് ഉണ്ട്. അപ്പൊ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന പരാതിയുടെ അത്ര സ്ട്രോങ് അല്ല ഒരു ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പരാതി, അല്ലേ? ഭർത്താവിനെതിരെ എന്നുള്ളൊരു സംഗതി മാത്രം വന്നതുകൊണ്ട് ശരിക്കും മാരിറ്റൽ റേപ്പിനൊക്കെ ശരിക്കും സ്ട്രോങ് ശിക്ഷകൾ വേണ്ടാണ്. പിന്നെ ഈ സ്ത്രീകള് സ്ത്രീകൾ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് വലിയൊരു വിഷയമാണ്. ഇപ്പോൾ ആളുകൾക്കെതിരെ പരാതി ഉന്നയിക്കാൻ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഇത്തരം സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യാണ്. പക്ഷെ 100 കേസുകൾ ജെനുവിൻ ആയിട്ടുണ്ടെങ്കിലും 2 പേര് അതിൽ ഇത്തരം കള്ളപ്പരാതി കൊടുത്തു കഴിയുമ്പോൾ മൊത്തം കേസുകൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ, പൊതുസമൂഹം അത് കണ്ടോ ഇത് കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രചാരണം നടത്തും. അതിനെന്താ ചെയ്യാൻ പറ്റുന്നത് ശരിക്ക്? അതൊരു വലിയൊരു അത്തരത്തിലുള്ള കണ്ടമാനം കേസുകൾ ഇപ്പോൾ വരുന്നുണ്ട്, കണ്ടമാനം കേസുകൾ. അതുകൊണ്ടാണ് ഈ റേപ്പ് 100 കേസ് റേപ്പ് കേസ് ഉണ്ടായാൽ ശിക്ഷ 2 കേസുകളേ ഉള്ളൂ, അല്ലെങ്കിൽ 5 കേസുകളേ ഉള്ളൂ, 5 കേസുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണം അതിൽ ഒരു 50%, 60%, 70% കേസുകളും ഫോൾസ് കേസസ് ആണ്. തമ്മിൽ ഇഷ്ടക്കേടുണ്ടാവുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഓവർ പോസസീവ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വേറൊരു സ്ത്രീയോട് തന്നെ സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ചിലപ്പോൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് സ്വാഭാവികം പിന്നീട് സുപ്രഭാതത്തിൽ നേരെ പോയി റേപ്പ് കേസ് കൊടുക്കുന്നു. കോടതി പറയും ഇതൊക്കെ കോടതി സമയം അപകരിക്കുന്നതാണ്,
ഇത് റേപ്പല്ല എന്ന് പറയും. പക്ഷെ അതിനകത്ത് നടക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ഒരു ഇതുപോലത്തെ ഒരു ലിവിങ് ടു ദ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ലോങ് റിലേഷൻഷിപ്പോ ഉണ്ടായിരുന്നിരിക്കട്ടെ. എന്നിട്ട് ആ സെലിബ്രിറ്റി പോയി റേപ്പിൽ ജാമ്യാപേക്ഷ കൊടുക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് പിന്നെ കോടതി ജാമ്യം കൊടുക്കാൻ പേടിക്കും. ഇവൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് ജാമ്യം കൊടുത്തു, പാവപ്പെട്ടവന്റെ കേസാണ്, അവൻ അകത്ത് കിടക്കില്ല എന്ന് പറയും. മനസ്സിലായി. അതേസമയം അവന് ജാമ്യം കൊടുക്കാതെ അകത്തിട്ടു എന്നിരിക്കട്ടെ. അകത്തിട്ടു എന്ന് പറഞ്ഞാൽ അയാൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നേടിയ എല്ലാ സംഭവവും മീഡിയ സമൂഹം കൊലവിളിച്ച് ഒരു അത്രയോ വർഷങ്ങൾ കൊണ്ട് നേടിയ എല്ലാ സംഭവവും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാവും. പിന്നെ ഇദ്ദേഹത്തിന് വെറുതെ വിട്ടു എന്നൊക്കെ കഥകൾ കേൾക്കുന്നത് 5 വർഷം കഴിഞ്ഞും 10 വർഷം കഴിഞ്ഞിട്ടാണ്. സമൂഹം മറക്കുന്ന സമയത്താണ് ഇന്ന റേപ്പ് കേസിൽ ഇന്ന കക്ഷിയെ വെറുതെ വിട്ടു എന്ന്. പക്ഷെ ആദ്യത്തെ ഒരു മാസം, ജയിലിൽ കിടക്കുന്ന ഒരു മാസം മാധ്യമങ്ങൾക്ക് ആഘോഷമായിരിക്കും, സമൂഹത്തിന് ആഘോഷമായിരിക്കും. മാധ്യമ ട്രയലുകൾ വലിയ പ്രശ്നം തന്നെയാണ്. പലപ്പോഴും പുരുഷന്മാർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ഒരു കാര്യമാണ് കൺസെന്റ് എന്ന് പറയുന്നത്. സിനിമകളൊക്കെ നമ്മൾ പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകൾ നോ എന്ന് പറഞ്ഞാലും അത് യെസ് തന്നെയാണ്, ഇതൊക്കെ പ്രണയത്തിന്റെ ഭാഗമായിട്ടുള്ള ചില സംഗതികളാണ് എന്നൊക്കെ. അപ്പൊ സ്ത്രീകളുടെ ഒരു നോ അംഗീകരിക്കാത്ത ഒരു വലിയ വിഭാഗം പുരുഷന്മാരുള്ളത് കൊണ്ടായിരിക്കും പുരുഷന്മാർ ഇത്രയധികം കേസിൽ കുടുങ്ങി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും കൺസെന്റ് എന്നുള്ളത് കോടതിക്ക് മുമ്പിൽ വരുമ്പോൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? അതിന് പിന്നെ റേപ്പ് ലോസ് തന്നെ വളരെയധികം പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെയാണ് റേപ്പ് നടത്തിയ അതിനകത്ത് ശാരീരിക ക്ഷതങ്ങളൊന്നുമില്ലല്ലോ, റെസിസ്റ്റ് ചെയ്തതിന്റെ പാടുകളൊന്നുമില്ലല്ലോ, സ്ത്രീ റെസിസ്റ്റ് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അത് റേപ്പായി കണക്കാക്കില്ല, സ്ത്രീ അംഗീകരിച്ചില്ലേ, അത് റേപ്പ് അല്ലല്ലോ എന്തിനുള്ള പണ്ടുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തെറ്റായി, അതെല്ലാം ഇപ്പൊ നിലനിൽക്കുന്ന വാദങ്ങളല്ല. അപ്പോൾ വളരെ പ്രത്യക്ഷത്തിൽ സമ്മതപ്രകാരമാണ് എന്ന് തോന്നുന്ന റിലേഷൻഷിപ്പും റേപ്പ് ആവാം. എന്തുകൊണ്ട്? ആ സ്ത്രീ ഉദാഹരണത്തിന് നീ എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ കൊല്ലുന്നതാണ്, അല്ലെങ്കിൽ അച്ഛനെ ഞാൻ തട്ടിക്കളയും എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ, അപ്പൊ സ്വാഭാവികമായിട്ടും അത് വളരെ കൺസെൻഷ്യലായി തോന്നും. ബോഡിലി ശാരീരികമായിട്ടുള്ള ഇഞ്ചുറീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പം വേറെ സാഹചര്യങ്ങൾ നോക്കുവാണെങ്കിൽ സ്ഥിരമായി ആ കുട്ടി ഇയാളുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും, പിന്നെ 4-5 മാസങ്ങളോളം ചിലപ്പോൾ ലൈംഗിക ബന്ധം തുടർന്നിട്ടുണ്ടാവും. അപ്പൊ ഒരു കൺസെന്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള എല്ലാ ഘടകങ്ങളും, ഞാൻ ഈ സമയത്ത് വരട്ടെ, നിങ്ങൾ അവിടെ ഉണ്ടാവുമോ, 5 മണിക്ക് ഞാൻ വന്നോട്ടെ, അല്ലെങ്കിൽ 10 മണിക്ക് വന്നോട്ടെ എന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കട്ടെ, ഉദാഹരണത്തിന് എവിഡൻസിന്. അപ്പൊ സ്വാഭാവികമായ കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും വളരെ ഉഭയസമ്മത പ്രകാരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നും. പക്ഷേ അവിടെയാണ് ഒരു പവർ ഇക്വേഷൻ വരുന്നത്. ഇപ്പൊ ആ മനുഷ്യനൊരു പോലീസുകാരനാണ്, അല്ലെങ്കിൽ വലിയൊരു മുതലാളിയാണ്, അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനാണ്, അല്ലെങ്കിൽ വളരെയധികം സ്വാധീനമുള്ള ഈ കുട്ടീന്റെ കുടുംബത്തിന് മുഴുവൻ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് വാഗ്ദാനം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. സതുദ്ദേശകരമായി ഞാൻ കുടുംബത്തിന് മുഴുവനും വാഗ്ദാനം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കക്ഷിയാകുമ്പോൾ ആ കുട്ടി പേടിക്കുന്നു. അതെ, ഞാൻ ഇയാൾക്ക് വഴങ്ങിയില്ലെങ്കിൽ എന്റെ കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം നാളെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും അവിടെ ഒരു കൺസെന്റ് അല്ല. അപ്പൊ കൺസെന്റ് ആണ് എന്ന് തോന്നുന്ന എല്ലാ സാഹചര്യങ്ങളും എവിഡൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് ആകെ മൊത്തം പരിശോധിക്കുന്ന സമയത്ത് അവിടെ കൺസെൻഷ്യൽ അല്ല എന്ന് തെളിയുകയാണെങ്കിൽ അത് റേപ്പായി മാറും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കാര്യമാണ്. ഇപ്പോൾ രണ്ട് മനുഷ്യർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ, പ്രണയത്തിലായിരിക്കുമ്പോൾ അവർ അടുത്തടുത്തിരിക്കുകയെ ഉമ്മ വയ്ക്കുകയെ ലൈംഗികതയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് സ്ത്രീ പരാതി കൊടുത്തു കഴിയുമ്പോൾ അത് സ്ത്രീയുടെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അനുമതി കൂടാതെ സ്പർശിക്കുക, അല്ലെങ്കിൽ ബലാത്സംഗം, ഇത്തരം കേസുകളായിട്ട് മാറും എന്നുള്ളത് ശരിയാണോ? തീർച്ചയായും അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആസ്പെക്ട് തന്നെയാണ്. എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. വേറെ രക്ഷയൊന്നുമില്ല. കാരണം ഈ റേപ്പ് കേസുകളിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ കേസുകൾ കോടതികൾ നമ്മളുടെ നിയമപ്രകാരം വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം വേണമെങ്കിൽ ശിക്ഷിക്കാം. അതാണ് നിയമം. അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് ഒരു സ്ത്രീ പറയാണ് ഇയാൾ എന്നെ അങ്ങനെ ചെയ്തു മറ്റേത് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, കോടതി കൊടുക്കുകയാണെങ്കിൽ പ്രൈമ ഫേസി, പ്രഥമ ദൃഷ്ട്യ കോടതിക്ക് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാം. പിന്നീട് ട്രയലൊക്കെ നടന്ന് മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ വർണ്ണിച്ച് വ്യക്തമായി ഇത് ഒരു റിലേഷൻഷിപ്പാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് പറ്റില്ല. പക്ഷെ കോടതിയെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും നിയമവും ഇത്തരം കാര്യങ്ങളിൽ നിസ്സഹായമാണ്. ഒരു നിസ്സഹായാവസ്ഥ നിയമത്തിന്റെ ഭാഗത്തുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്ത്രീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ഇയാൾ ഒരു സ്ത്രീ പരസ്പരം നിർബന്ധമായി അല്ലെങ്കിൽ ഇതുപോലത്തെ ലൈംഗിക ചേഷ്ടകളിലോ മറ്റേതിലോ ഏർപ്പെട്ടതിന് ശേഷം ഇയാൾ പറയണം അല്ലല്ല ഞാൻ അവളെ സമ്മതപ്രകാരമായിരുന്നു അത് ചെയ്തിരുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്നേക്കുമായ കേസില്ലാണ്ടായി മാറുവാണ്.
അപ്പം ഇത്തരത്തിലുള്ള നിയമം നടപ്പാക്കുന്ന സമയത്ത് ഒരു 1,00,000 പേർക്ക് വേണ്ടി ഒരു നിയമം നടപ്പാക്കുന്ന സമയത്ത് ചില സമയത്ത് അതിനകത്ത് 200 300 ആൾക്കാരെ ചിലപ്പോൾ ആ നിയമത്തിന്റെ നടപ്പാക്കൽ പ്രോസസ്സിൽ ചതഞ്ഞറിയപ്പെടും. ഉം. പക്ഷെ അതാണ് പ്രോസസ്സ്. ഉം. മനസ്സിലെ? അപ്പൊ അതില് ഇൻഡിവിജ്വലായ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു, അല്ലെങ്കിൽ 10 വ്യക്തികൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലാർജർ സ്കെയിലിൽ സമൂഹത്തിന് മൊത്തത്തിന്റെ ഗുണത്തിന് വേണ്ടി നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് എന്താ പറയേണ്ടത്, ഒരു കൊളാറ്ററൽ ഡാമേജ് ആണ് എന്ന് വേണം നമുക്ക് കാണേണ്ടി വരുവാൻ. ഇപ്പൊ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടി ചിലപ്പോൾ ഒരു 20-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഒരു റേപ്പ് കേസിലെ ഒരു സ്ത്രീയുടെ പ്രായം അതിനോടൊക്കെ അടുത്തതായിരിക്കും. അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ കുട്ടിയുടെ പേരിലുള്ള ഒരു പൊസഷന്റെ പേരിലുള്ള ഒരു അടിപിടിയൊക്കെ ആയിട്ട് കോടതി പോകുന്ന ഒരു സ്ത്രീയുടെ പ്രായം 30 ആയിരിക്കാം. അപ്പൊ ഈ കേസുകളൊക്കെ എത്രയോ കാലം കോടതിയിൽ കിടക്കും. അപ്പൊ ഈ മനുഷ്യരുടെയൊക്കെ ഭാവി എന്താണ്? അതൊരു വലിയൊരു രസകരമായിട്ടുള്ളൊരു ഏരിയ ആണ്. കാരണം മറ്റുള്ള ഒഫൻസ് നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ കുത്തി അല്ലെങ്കിൽ ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആ വെട്ടിപ്പരിക്കേൽപ്പിച്ചാൽ ആ കേസ് നടന്നു, 20 വർഷം ആ കേസ് നടന്നു എന്നിരിക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ചിലപ്പം എന്താ പറയുക, ദേഷ്യമൊക്കെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാണ്ടായി മാറാം. അങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു കുറ്റമായി നിൽക്കുന്നു. രണ്ട് കക്ഷികളെയും വലിയ രീതിയിൽ അത് ബാധിക്കുന്നില്ല. അതിൽ ഉൾപ്പെട്ട വ്യക്തികളെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. വക്കീലന്മാർ കേസ് നടന്നു പോകുന്നു. അവർക്ക് കോടതിയിൽ ആദ്യകാലങ്ങളിൽ മാത്രമേ കോടതിയിൽ അപ്പിയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അപ്പീലുമായി 20-ഉം 22-ഉം വർഷമായി നമ്മുടെ നിലയിൽ ആ സംഭവം മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഈ വ്യക്തികൾ ഉൾപ്പെടുന്ന പ്രത്യേകിച്ച് മാട്രിമോണിയൽ കേസസ്, റേപ്പ് കേസസ്, ഇതിനകത്ത് ആളുകളുടെ ഒരു പ്രായം വലിയൊരു ഘടകം തന്നെയാണ്. കാരണം എല്ലാ ഒരു മനുഷ്യനും നമുക്കുണ്ടല്ലോ. ഉദാഹരണത്തിന് കല്യാണം, കുട്ടികൾ, പിന്നെ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സെറ്റിൽ ആവുക എന്ന് പറയുന്ന രീതിയിലുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് 25 വയസ്സായ അല്ലെങ്കിൽ 26 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ ലൈംഗിക ആരോപണം നേരിടുന്നു, അല്ലെങ്കിൽ പുരുഷൻ ഇത്തരത്തിലുള്ള സംഭവത്തിലൂടെ മുന്നോട്ട് പോകുന്നു, കേസാവുന്നു. കേസായി കഴിഞ്ഞതിന് ശേഷം ഇത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. സമൂഹം മുഴുവൻ തന്നെ മാധ്യമ വിചാരണ നടക്കുന്നു ഇന്നത്തെ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ. അതിനുശേഷം ആ കുട്ടിക്ക് ഇതിൽ നിന്നെല്ലാം മാറി എങ്ങനെയെങ്കിലും സമാധാനപരമായി ഇരിക്കണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ പോകുമ്പോഴായിരിക്കും ഒരു 4 വർഷം കഴിഞ്ഞ് ഈ കേസിന്റെ കാര്യങ്ങൾ വീണ്ടും പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം നിരന്തരം അല്ലെങ്കിൽ യൂട്യൂബ് ഇപ്പം റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്ന ഒരു സംഭവം കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ കേസുകളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും മാത്രമേ ഉണ്ടാവുള്ളൂ. 100 കണക്കിന് വീഡിയോ ചാനൽ ഡിസ്കഷനും കാര്യങ്ങളും ഇതിന്റെ പുറത്ത് നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഫെഡപ്പ് ആവും. അങ്ങനെ ഫെഡപ്പ് ആവുന്ന സമയത്ത് പ്രായം കൂടുന്നതനുസരിച്ച് അയ്യോ ഞാനെതിരാ ഇനിയിപ്പോൾ ഇത് സഹകരിക്കുന്നത് വേണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ ചില ആൾക്കാർക്ക് വരും. അപ്പൊ അതൊക്കെ നോക്കിയതിന് ശേഷമാണ് ചില ആൾക്കാർ എന്ത് ചെയ്യാം, സമൂഹത്തിന്റെ കമ്പൽഷൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു മാനഹാനി വരുന്നതോടൊപ്പം തന്നെ ഈ എത്രയോ വർഷം വ്യക്തിപരമായി ഇതിനെ നേരിടേണ്ട ഒരു സ്ഥിതിവിശേഷം, ഞാൻ എന്തിനാണ് 24 മണിക്കൂറും കോടതികളിൽ അലയുന്നത്, ഞാൻ എന്തിനാണ് മാധ്യമ വിചാരണ ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് സംഭവിക്കുന്നുണ്ട് അതിൻ്റെ പക്ഷെ മാട്രിമോണിയൽ കേസ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം വരുന്നത് മാട്രിമോണിയൽ കേസുകളൊക്കെയാണ്. ഉദാഹരണത്തിന് പിന്നെ 7 വയസ്സോ 8 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. ആ കേസ് കസ്റ്റഡി 10 വർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 15 വർഷമോ 12 വർഷവും കസ്റ്റഡി കേസ് നിലനിൽക്കുകയാണെങ്കിൽ ആ കുട്ടി മേജറായി. അപ്പൊ ഈ രണ്ടാൾക്കാരും യാതൊരു കാര്യമില്ലാതെ ഫൈറ്റ് ചെയ്യാണ്. അവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ കസ്റ്റഡി കോടതി പറയുമോ നീ ഇപ്പോൾ ഓൾറെഡി കല്യാണം കഴിച്ചു, അതുകൊണ്ട് കസ്റ്റഡി ഈ സിംഗിളായി നിൽക്കുന്ന കക്ഷിക്ക് കസ്റ്റഡി കൊടുക്കാണ്ട്, നിനക്ക് ഓൾറെഡി വേറെ കുട്ടികളുണ്ടല്ലോ അല്ലെങ്കിൽ വേറെ കുടുംബം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കോടതി ചിലപ്പോൾ സിംഗിളായി നിൽക്കുന്ന പാരന്റിന് ചിലപ്പോൾ കസ്റ്റഡി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ രണ്ടുപേരും കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്നു, കസ്റ്റഡി നടത്തുന്നു, കുട്ടി മേജറായി പോകുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കുട്ടിക്ക് വേണ്ടി കല്യാണം കഴിക്കാതെ കുട്ടിയുടെ ഭാവി മാത്രം നോക്കി ഒരു സ്ത്രീ ജീവിക്കുന്നു, പുരുഷൻ തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെ സാമ്പത്തികമായി അവരും ഒരു വലിയ അന്തരമുണ്ടെന്നിരിക്കട്ടെ. പുരുഷനാണെങ്കിൽ കോടീശ്വരൻ, ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ഈ കുട്ടിയെ വളർത്തുന്നു. 17-18 വയസ്സാകുമ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് പിന്നെ അറിയാലോ നമുക്ക്, അവർ ഏത് രീതിയിലും വളയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അച്ഛൻ, എനിക്കറിയുന്ന കേസിലുണ്ട്, അച്ഛൻ ഫോറിൻ കാറുകളിൽ വന്ന് കുട്ടിക്ക് മുട്ടായിയും കുട്ടിയെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഭക്ഷണം കൊടുക്കാൻ കൂട്ടിക്കൊണ്ട് ചെയ്ത, ഇത്രയും കാലം കല്യാണം കഴിക്കാണ്ട് നോക്കിയ അമ്മയെ വിട്ടിട്ട് അച്ഛന്റെ കൂടെ പോയ കുട്ടികളുണ്ട്. മനസ്സിലെ? അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് സമൂഹം പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മാട്രിമോണിയൽ കേസുകളിൽ, ഈ ഡിവോഴ്സ് കേസുകളിൽ, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും എന്തെങ്കിലും രീതിയിൽ ഒരു കോംപ്രമൈസിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം.
അത് സെറ്റിൽ കാരണം, അല്ലെങ്കിൽ കാരണം രണ്ടുപേരും വിവാഹ മോചന കേസുകളിലും ഇത്തരത്തിലുള്ള കേസുകളിലും ഓഫ്കോഴ്സ് കോമ്പൻസേഷൻ അതുപോലത്തെ കേസുകൾ നിങ്ങൾ നടത്തണം. കാരണം ചൂഷണം ചെയ്തിട്ട് ഒരാൾ വിട്ടെറിഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായും സ്ത്രീകൾക്ക് മെയിൻ്റനൻസ് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് ഡിവോഴ്സ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പേരിൽ കുത്തി മറിഞ്ഞിട്ട് യാതൊരു കേസും ഇല്ല, ഒരു കാര്യമില്ല. രണ്ടുപേരും പരാജയപ്പെടുകയുള്ളൂ. വക്കീലന്മാരെ സംബന്ധിച്ചോളം സുഖമാണ്, അത് ഞാൻ ആ കാര്യം നല്ലതാണ് ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത്. പക്ഷെ രണ്ട് വ്യക്തികളെ സമയത്തോളം തികച്ചും പരാജയമാണ്. അതുകൊണ്ടാണ് എല്ലാ കോടതികളും മാട്രിമോണിയൽ കേസുകൾ വന്നാൽ നിങ്ങൾ സെറ്റിൽ ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ചോരത്തിളപ്പാണ്. ഇവനെ ഞാനൊരു പാഠം പഠിപ്പിച്ച അടങ്ങൂ എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇവളെ ഞാനൊരു പാഠം പഠിപ്പിച്ച അടങ്ങൂ എന്ന രീതിയിലാണ് ഈ മാട്രിമോണിയൽ കേസ് നടക്കുക. ആദ്യത്തെ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ഭയങ്കര ഫൈറ്റായി നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ആ സ്ത്രീ ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ പുരുഷൻ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവും. ഇപ്പൊ എത്രയും സീരിയസ് ആയി കേസ് കൊടുത്ത് ഇത് ഇവനെ ഞാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിവോഴ്സ് കിട്ടി പോയാൽ മതി എന്ന രീതിയിലേക്കുള്ള സിറ്റുവേഷൻ വരും. ഇതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൊതുവായിട്ട് ഈ മാട്രിമോണിയൽ ലിറ്റിഗേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളോട് പറയാനുള്ളത്, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഒരു കോടതിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങൾ തന്നെ വേണമെന്നില്ല, രണ്ടു കൂട്ടർക്കും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോവുക, സംസാരിക്കുക. രണ്ടു കൂട്ടർക്കും പീസാണ് വേണ്ടത്. ഒരു ഇക്വിറ്റബിൾ ആയിട്ട് എങ്ങനെയാണ് രണ്ടു കൂട്ടരെയും കൂടുതൽ ബാധിക്കാത്ത രീതിയിൽ ഇത് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. ഈ പറഞ്ഞത് ആരും വളച്ചൊടിക്കണ്ട. ഇതിൽ അതിക്രമങ്ങളും റേപ്പും അത്തരം വലിയ ഭീകര കുറ്റകൃത്യങ്ങൾ ഇല്ലാത്ത കേസുകളെ കുറിച്ചാണ് പറഞ്ഞത്. തീർച്ചയായും അല്ലാതെ വലിയ ക്രൂരതകളും കുറ്റകൃത്യങ്ങളും ഉള്ള കേസ് സെറ്റിൽ ചെയ്യണമെന്ന് ആരോടും പറഞ്ഞില്ല. ഒരിക്കലും സെറ്റിൽ ചെയ്യണമെന്നില്ല. കുറ്റകൃത്യങ്ങളും ക്രൂരതകളും അത് അതിൻ്റെതായ രീതിയിൽ തന്നെ കണക്കാക്കണം. വളരെ ഭീകരമായി അറ്റാക്ക് ചെയ്തെന്ന സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചിട്ടുള്ള കേസുകൾ തികച്ചും, അല്ലാണ്ട് ഇപ്പം ഒരു കുറേ കേസുകൾ വക്കീലന്മാരുടെ ഭാവനയാണ്. മുഖത്ത് ഭക്ഷണം വലിച്ചെറിഞ്ഞു, എന്നെ അടിക്കാൻ, അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട് ഇഷ്ടം പോലെ. അതൊക്കെ കഥകളാണ്. പക്ഷെ അല്ലാതെ അതിനകത്ത് പിന്നെ ഭയങ്കരമായ ശാരീരിക പീഡനം, മാനസിക പീഡനം, മാനസിക ചില വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. പക്ഷെ ശാരീരിക പീഡനം, അതുപോലെ തന്നെ സ്ത്രീയുടെ പൈസ മുഴുവൻ അപഹരിച്ച് വേറെ ദൂർത്തടിക്കുക, അച്ഛൻ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള മൊത്തം സ്വത്തും പറഞ്ഞ് പറ്റിച്ച് പൈസ അടിച്ചു കൊണ്ടുപോവുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരു സെറ്റിൽമെന്റ് പറഞ്ഞതിലേ ഈ നേരത്തെ പറഞ്ഞില്ലേ പവർ ഡൈനാമിക്സ് എന്ന്. അപ്പൊ ഇത് ഈക്വൽ പവർ ഡൈനാമിക്സ് ഉള്ള കേസുകളിലെ ഇത്തരം സമാധാനപരമായ മൂന്നാം ഒരാൾ വെച്ചുള്ള ചർച്ചയൊക്കെ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്ത കേസുകളിൽ ഇപ്പൊ ഒരു മിഡിൽ ക്ലാസിന്റെ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കേസിലൊക്കെ ഭയങ്കര അതിക്രമങ്ങൾ ഉണ്ടാവും. ഉണ്ട്. പക്ഷെ അത് അവിടെ ഒരു നിയമം, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇപ്പൊ 498, അതായത് ഈ വിവാഹ ക്രൂരത കേസുകളുണ്ടല്ലോ, ക്രൂവൽറ്റി കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഡിവോഴ്സ് കേസിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, പീഡിപ്പിച്ചു എന്നുള്ള എന്നെ ക്രൂരതയോടെ പെരുമാറി എന്നുള്ള ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ അച്ഛനെയും അമ്മയെയും ലോകത്തുള്ള എല്ലാവരെയും പിടിച്ച് കേസ് കൊണ്ടുവരും. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് നിർബന്ധിതരാകും. കള്ള കേസുകൾ നന്നായിട്ടുണ്ട് നടത്തല്ലേ. അതാണ് ഇതിനിടയ്ക്ക് സ്ത്രീകളെ സംബന്ധിച്ച് ഇതിന്റെ ഇടയ്ക്ക് പറയാൻ വന്നൊരു കാര്യമായിരുന്നു റൈറ്റ് ടു ബി ഫോർഗോട്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്ന് പറയുന്നത് പണ്ട് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലായിരുന്നു. ഇപ്പൊ അത് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വളരെ കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഒരു റേപ്പ് കേസ് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു മാട്രിമോണിയൽ കേസ് നടക്കുന്നു. മാട്രിമോണിയൽ കേസ് തന്നെ നടക്കുന്നു, പരസ്പരം ചളിവാരി എറിയുന്നു, പരസ്പരം സ്റ്റേറ്റ്മെന്റ്സ് നടത്തും. ഇതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും സമാധാനപരമായി ഇതെല്ലാം മാറി കേസ് സെറ്റിൽ ചെയ്തു ജീവിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇവരെ പറ്റി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത സമയത്ത് ഈ കേസുകൾ മുഴുവൻ ലിസ്റ്റ് കയറി വരും. അപ്പോൾ കേസ് വരുന്ന സമയത്ത് സമൂഹത്തിന് എല്ലാവരെയും വീണ്ടും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ മാറും. അപ്പം ഇവർക്ക് റൈറ്റ് ടു ബി ഫോർഗോട്ടൻ, ഇവരുടെ പാസ്റ്റ് സമൂഹം തന്നെ മറക്കണം. ഇവർ മാത്രമല്ല മറക്കേണ്ടത്, സമൂഹവും ഇവരെ പറ്റി മറക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ഇന്റർനെറ്റിലുള്ള എല്ലാ ലിങ്ക്സും ഇവരെ പറ്റി പരാമർശിക്കുന്ന എല്ലാ മാധ്യമ വാർത്തകളൊക്കെ തന്നെ തമസ്കരിക്കണം, അത് ഇല്ലാണ്ടാക്കണം എന്നുള്ള പെറ്റീഷൻസ് കോടതിയിൽ വരുന്നുണ്ട്. അപ്പൊ കോടതി അങ്ങനെ ഒരു നിയമം ആദ്യം ഉണ്ടോ അതോ ഇപ്പൊ ഉണ്ടായതാണോ? ഇത് പുതിയ നിയമമാണോ? അല്ല, അത് നമ്മളുടെ എല്ലാം ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഒരു ഫണ്ടമെന്റൽ, കുട്ടുസ്വാമി കേസ് ഇപ്പൊ അന്ന് വന്നല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയി, ഒരു മൗലിക അവകാശമായി റൈറ്റ് ടു പ്രൈവസി വന്നിട്ടുണ്ട്. പണ്ടും അപ്പൊ ഈ മൗലിക അവകാശം എന്ന് പറയുന്നത് വളരെ മുമ്പേ ഉള്ള സംഭവമാണ്. പക്ഷെ അതിനൊരു മൂർത്തമായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, അതിനൊരു ഡെഫിനിഷൻ,
അല്ലെങ്കിൽ ഇതൊക്കെ റൈറ്റ് ടു പ്രൈവസി അഫക്റ്റ് ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ് എന്ന് ഇതിൽ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോടതി പുതിയ പുതിയ ജഡ്ജ്മെന്റ്സ് വന്നിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റ്സ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അവകാശങ്ങൾ, ഇതൊക്കെ അവകാശങ്ങളാണെന്നും ഇത് കോടതി മുഖാന്തരം നടപ്പാക്കേണ്ട അവകാശങ്ങളാണ് എന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത് ഈ പുതിയ അവബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലൈവ് ലോന്റെ മാനേജിംഗ് എഡിറ്ററും കൂടിയാണല്ലോ. ഇതുമായി ബന്ധപ്പെടാത്ത ഒരു ചെറിയ ചോദ്യം. എന്റെ കുറെ കാലമായിട്ടുള്ള ഞാൻ എന്റെ മാനേജിംഗ് ചോദ്യമാണ്. എഡിറ്ററിലെ ഒരു വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ആണ്, കോ ഫൗണ്ടറാണ്. എനിക്ക് ഫൗണ്ടറാണ്, വക്കീൽ പണി ജേർണലിസ്റ്റും എന്ന കൂടി നിലയ്ക്ക് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചേ. വക്കീലുമാണ്, ജേർണലിസ്റ്റുമാണ്, സുപ്രീം കോടതിയിൽ എന്നും പോകുന്നുണ്ട്. ഇപ്പൊ ബോംബെ ബ്ലാസ്റ്റില് വിധി വരുന്നു, അല്ലെങ്കിൽ മലേഗാവ് സ്ഫോടന കേസിൽ വിധി വരുന്നു. ഇപ്പൊ കാന്തഹാറിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുന്നു. പണ്ട് വന്ന വാർത്തകളൊന്നും കാണുന്നില്ല. അത് ഈ രീതിയിലൊക്കെയാണോ? അവരെങ്ങനെയാ അത് റിമൂവ് ചെയ്യുന്നത്? ഏത് രീതിയിലാണ് ഇന്റർനെറ്റിൽ നിന്ന് ഈ പഴയ വിവാദ വാർത്തകൾ ഇല്ലാതാവുന്നത്? അത് സമയത്തും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള മീഡിയയുടെ പുറത്ത്. കാരണം ഈ ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും എക്സ് ആയാലും ഇതുപോലത്തെ എല്ലാ മാധ്യമ ഭീമന്മാരുടെ, സോഷ്യൽ മീഡിയ ഭീമന്മാരുടെ പുറത്ത് അതാത് ഗവൺമെന്റുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇപ്പൊ ഇന്ത്യ ഫേസ്ബുക്കിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. ട്വിറ്ററിനെ സംബന്ധിച്ചോളം, എക്സിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ശക്തി ഇല്ലായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ ജനസംഖ്യയാണ്. ഈ ജനസംഖ്യ അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ഇതിന്റെ മാർക്കറ്റാണ്. ഇന്ത്യ എന്നുള്ളൊരു കമ്പോളമാണ്. ലോകത്ത് എല്ലാ ജനങ്ങളും ഇന്ത്യയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെ അമേരിക്കക്ക് പോലും ഇന്ത്യ അങ്ങനെ പൂർണ്ണമായി അവഗണിക്കാൻ പറ്റാത്തൊരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പോളമാണ്. അല്ലാണ്ട് നമ്മുടെ മോദിജിയെ കണ്ടിട്ടുള്ള സംഭവമല്ല, മറിച്ച് ഇന്ത്യൻ കമ്പോളമാണ്. അപ്പൊ ഈ ഇന്ത്യൻ കമ്പോളത്തിൽ ഈ കമ്പോളം ഇന്ത്യ ആയതുകൊണ്ട് അവർ പറയാണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വാർത്തകൾ നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അവർ ലിങ്ക് അവർക്ക് എടുത്ത് കളയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ ഔട്ട്ലുക്ക് പരസ്യമായിട്ടുള്ള മാഗസിനൊക്കെ പണ്ട് പല വിഷയങ്ങളെ കുറിച്ചൊക്കെ വിശദമായ പതിപ്പുകൾ ഇറക്കിയിട്ടുണ്ടല്ലോ. അതിന്റെയൊക്കെ കവർ മാത്രമേ കാണാനുള്ളൂ ഗൂഗിളിൽ. ആ ആർട്ടിക്കിളേ ഇല്ല, പലതും ഇല്ല. ചിലപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ കോടതികളിൽ പോയി ഓർഡേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടാവും, അതും അറിയില്ല. അത് നമ്മൾ അറിയുന്നില്ല അത്തരത്തിലുള്ള ഗുജറാത്ത് കേസുകൾ. കലാപം, ഗുജറാത്ത് കലാപത്തിന്റെ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര വിശദമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ റാണായൂബിന്റെ മാത്രമേ ആകെ കാണാനുള്ളൂ, ബാക്കിയൊന്നുമില്ല. ബാക്കിയെല്ലാം തീർച്ചയായും അന്ന് ഗുജറാത്ത് കലാപം ഇപ്പൊ മനോരമയുടെ അന്നത്തെ ലേഖനങ്ങൾ, അല്ലെങ്കിൽ മാതൃഭൂമിയുടെ അന്നത്തെ ലേഖനങ്ങൾ, ഇന്ത്യ ടുഡേന്റെ അന്നത്തെ ലേഖനങ്ങൾ, കവർ പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, മോഡി എന്ന വ്യക്തി എത്ര ഭീകരൻ, അഫ്കോഴ്സ് വളരെ ഭീകരനായിട്ടുള്ള ഒരു വ്യക്തിയായി ചിത്രീകരിച്ചിട്ടുള്ള മാതൃഭൂമി ആർട്ടിക്കിൾ, മനോരമ ആർട്ടിക്കിൾ, ഇന്ത്യ ടുഡേ ആർട്ടിക്കിൾസ് ഉണ്ട്. അതേ മാധ്യമങ്ങൾ ഇപ്പൊ ഏത് രീതിയിലാണ് അതിനെ മോഡിയെ കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും വലിയൊരു പ്രശ്നമാണല്ലോ അത്. അത് മാധ്യമങ്ങളുടെയും കൂടെ പ്രശ്നമായിരിക്കും അല്ലെ? അവര് സ്വന്തം എടുക്കുന്നു, കുറച്ച് വലിക്കുന്നു ആയിരിക്കും അല്ലെ? കാരണം ഒരാളെ ഒരു മാധ്യമം ഇതൊക്കെ പൊതുജന മധ്യത്തിൽ കാണുന്ന ഇപ്പൊ കാര്യങ്ങളല്ലേ. ഈ അടുത്ത കാലത്തായിട്ട് വിവാദമായ ഏത് കേസിന്റെ റെഫറൻസ് നോക്കുമ്പോഴും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. ഒന്നും കാണാനില്ല, എന്ത് നടന്നു, എത്ര എന്നുള്ളതൊക്കെ. ഇപ്പൊ കാന്തമാലിന്റെ ഒന്നും കാണാനില്ല, എന്താണ് സംഭവിച്ചതെന്ന് പോലും ഇല്ല. എത്ര പേര് മരിച്ചു, എന്തായിരുന്നു അക്രമം, എവിടെയും കാണാനില്ല. ആകെ ഒരു വിക്കിപീഡിയ പേജ് മാത്രമേ ഉണ്ടാവും, അത് എഡിറ്റഡ് ആയിരിക്കും. അതൊരു ഭയങ്കര മാധ്യമ അതിശയം. സ്വാതന്ത്ര്യം, ഇന്റഗ്രിറ്റി, സ്വതന്ത്ര മാധ്യമം, അത് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് നമ്മളിപ്പോ ഈ ട്രോൾ ഉണ്ടാക്കുന്നു കുറെ ആൾക്കാർ, പിന്നെ അവിടെ ഇവിടെയും ഏഷ്യാനെറ്റ് ഇത് പറഞ്ഞു, മാതൃഭൂമി ഇത് പറഞ്ഞു, അല്ലെങ്കിൽ ഈവൻ ദേശാഭിമാനി അത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, കുറെ ട്രോൾസ് ആണ് സമൂഹത്തിൽ കാണുന്നത്. കൃത്യമായ രീതിയിൽ സമൂഹത്തിനെ മൊത്തം പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ് മാധ്യമ സ്വാതന്ത്ര്യവും സ്വതന്ത്ര മാധ്യമത്തിന്റെ ആവശ്യകതയും കുറിച്ച്. കേരളം മുഴുവൻ തന്നെ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു സംവിധാനമാണ് ഇത്. അല്ലാതെ കുറെ ഇങ്ങനെ പത്രസമ്മേളനം നടത്തി ഏഷ്യാനെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, മാതൃഭൂമി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന രീതിയിൽ കുറെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഓരോ വിദ്യാർത്ഥിയെയും മൊത്തം വിദ്യാർത്ഥി സമൂഹത്തിനെ പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ കേരളത്തിലെ ജനതയെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള വിഷയം. നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്ന വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ടായിട്ട് ഞാൻ ചോദിക്കാം ആ ചോദ്യം. ഇപ്പൊ വിവാഹ വാഗ്ദാനം നൽകി പീഡനം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും പെട്ടുപോകാതിരിക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ മുന്നിൽ വരുന്ന കേസുകൾ വെച്ച് പറഞ്ഞാൽ മതി. അതിലൊന്നും വ്യക്തമായിട്ടുള്ളൊരു എന്താ പറയേണ്ടത്, പിന്നെ കുറുക്കു വഴികൾ അല്ലെങ്കിൽ 1, 2, 3 എന്നുള്ള ഒരു ആൻസർ ഒന്നും ഇതിനകത്ത് ഇല്ല. പക്ഷെ സ്ത്രീകൾ പൊതുവായാലും ശ്രദ്ധിക്കപ്പെടേണ്ടത്, സ്ത്രീകൾ എന്താ പറയേണ്ടത്, ഒരു അഫ്കോഴ്സ് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അന്ധമായ പ്രേമം സ്ത്രീ കൊണ്ടു നടക്കുകയും ഇവളെ ഇത് കടന്നു കളയണം എന്നുള്ളത് തോന്നൽ കൊണ്ട് മാത്രം പുരുഷൻ ജീവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ആ സ്ത്രീ
പുരുഷനെ മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംഭവം. പക്ഷെ ഈ ഭ്രാന്തമായ പ്രേമത്തിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ ചില സമയത്ത് ഇത്തരം കാര്യങ്ങൾ ആര് പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാവും. കുടുംബത്തിലെ ആൾക്കാർ പറഞ്ഞാലോ മറ്റു സമൂഹത്തിലെ വ്യക്തികൾ പറഞ്ഞാലോ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരോ കൂട്ടുകാരികളോ പറഞ്ഞാൽ പോലും ഇവൻ പറ്റിക്കുകയാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ പറ്റാതെ ഉള്ള മാനസികാവസ്ഥയിലേക്ക് കടന്നു പോകുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രായോഗികമായി മനസ്സിലാക്കേണ്ടത് ഇതിനകത്തുള്ള പവർ ഡൈനാമിക്സ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അവർ ഈ പ്രേമം മാറ്റിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തി പ്രായോഗികമായി അയാളുടെ സാഹചര്യത്തിൽ എന്നോടുള്ള റിലേഷൻഷിപ്പ് കടന്നുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്ര ശതമാനം ഉണ്ട് എന്ന് വിലയിരുത്തുക. അതിനകത്ത് ഒരു സാധ്യതയും കാണുന്നെങ്കിൽ തീർച്ചയായും അതിനകത്ത് റിസ്ക് ഫാക്ടർ ഉണ്ട്. അത് വെറും ഒരു ചൂഷണത്തിൽ മാത്രമേ അവസാനിക്കുള്ളൂ. ഒരിക്കൽ പോലും ഒരു വിവാഹ ബന്ധത്തിൽ അവസാനിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതുപോലെ തന്നെ തികച്ചും പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ ചൂഷണം ചെയ്യുന്ന സ്ത്രീകളുണ്ടാവും, നിരന്തരമായി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സ്ത്രീകളുണ്ടാവും, നിരന്തരമായി കാര്യങ്ങൾ അങ്ങനത്തെ എത്രയോ ആൾക്കാരുണ്ട്. ആരും അറിയാതെ ഇരുചെവി അറിയാതെ പൈസ കൊടുത്ത് അവസാനിപ്പിക്കുന്ന നല്ല രീതിയിലുള്ള ബന്ധം, സ്നേഹബന്ധം, സുഹൃത്ത് ബന്ധം, അതിനകത്ത് ചിലപ്പം ലൈംഗികത പോലും ഇല്ലാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, സ്ത്രീ പുരുഷ സൗഹൃദങ്ങളിൽ സ്ത്രീ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസ തട്ടിയെടുക്കുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന വളരെ എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകൾ വലിയൊരു ശതമാനമുണ്ട്. അപ്പൊ അത് ഒന്നുകിൽ നിങ്ങൾ സ്വന്തമായി സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇത് ഉഭയസമ്മത പ്രകാരമുള്ള സംഭവമാണ് എന്ന രീതിയിലുള്ള ചാറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള തേർഡ് പാർട്ടീസ് മനസ്സിലാക്കുന്ന രീതിയിൽ ഇതൊരു കൺസെൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ തമ്മിലുള്ളത് എന്ന് സമൂഹം മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ എന്തുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുക. എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്നത് ഇപ്പൊ എല്ലാ ബന്ധങ്ങളുടെയും അവസാനം വിവാഹമാണെന്ന് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, അല്ലാതെ അതിനൊക്കെ ധൈര്യമുള്ളവർ ഇതിനൊക്കെ പോവുക, പിന്നെ മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് കൺസെന്റ്. അത് വളരെ പ്രധാനമാണ്. മറ്റാൾ എന്ത് പറയുന്നു അത് കുറച്ച് കേൾക്കുക. നോ പറഞ്ഞാൽ അത് നോ തന്നെയാണ്. ഇത്തരം കുറച്ച് മാന്യതയും കൂടെ പാലിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അല്ലേ ബന്ധങ്ങളിൽ? അതാണ് അതിപ്പോ എന്താ പ്രശ്നം വെച്ചാലുണ്ടല്ല, അത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള പുരുഷന്മാരുടെ വലിയൊരു പ്രശ്നമുണ്ട്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സ്ത്രീ ഇളകി ചിരിച്ചാൽ അല്ലെങ്കിൽ വളരെ ഫ്രീ ആയി ഇടപെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് ലൈംഗിക ബന്ധത്തിന് ഉള്ള ഒരു ആഹ്വാനമാണ് എന്ന രീതിയിൽ കണക്കാക്കുന്ന വളരെയധികം വൃത്തികെട്ട ഒരു സമീപനമുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ആരോഗ്യപരമായിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങൾ സമൂഹത്തിൽ ഇല്ലാത്തതിന്റെ അവസ്ഥ. ഓഫ്കോഴ്സ് പുരുഷ സ്ത്രീ ബന്ധങ്ങളിൽ സ്വാഭാവികമായിട്ടും ലൈംഗികത കടന്നു വരാം, അത് ഞാൻ നിഷേധിക്കുന്ന ഫാക്ടർ അല്ല. പക്ഷെ അതേ സമയത്ത് തന്നെ ഇപ്പം അവിടെ നമ്മളൊരു പാശ്ചാത്യ സമൂഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം നിങ്ങൾ മാസങ്ങളോളം ഒരു വീട്ടിൽ താമസിച്ചാൽ പോലും നിങ്ങൾ രണ്ട് വ്യക്തികളായി താമസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഇപ്പൊ എനിക്കൊക്കെ ഡൽഹിയിൽ അറിയുന്ന എത്രയോ കുട്ടികളുണ്ട്, സ്ത്രീകളും പുരുഷന്മാരായിട്ടുള്ള ബന്ധം ഉള്ള കുട്ടികൾ നിരന്തരമായി ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട്, നിരന്തരമായി ടൂർ പോകുന്ന കക്ഷികളുണ്ട്. നമ്മളെ നാട്ടിൽ അത് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഇവരെല്ലാവരും ധാരണ ഇവര് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ടൂർ പോയി കഴിഞ്ഞാൽ അത് ഇതാണ്, അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളും അല്ലെങ്കിൽ മൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ടൂർ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എവിടെയും താമസിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് അതന്നെയാണ് എന്ന രീതിയിൽ സമൂഹം കണക്കാക്കുന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പൊ നിങ്ങളിപ്പോൾ ടൂർ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കൂ, കുറെ മിക്സ് ടൂർ ഗ്രൂപ്പുകളും അങ്ങനെ സംഭവങ്ങൾ കാണാം. ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് വെച്ച് വേറെ ആൾക്കാരുടെ കൂടെ താമസിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ധാരണകളോടെ ജീവിക്കുന്ന ഒരു സമൂഹം ഇന്ത്യക്കകത്ത് തന്നെ പാരലായി വളർന്നു വരുന്നുണ്ട്, ഒരു വശത്ത് നടക്കുന്നുമുണ്ട്. പക്ഷെ നമ്മുടെ സെറ്റപ്പിലോ അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹിക സാഹചര്യങ്ങളിലൊക്കെ ഇത് മനസ്സിലാക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യം പറയാം, ഇപ്പോ കേരളീയ സമൂഹത്തിൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലെയും ഒന്നോ രണ്ടോ വ്യക്തികൾ പുറത്ത് ജീവിക്കുന്നവരാണ്. അവരൊക്കെ തന്നെ ഇതിനകത്ത് എക്സ്പോസ്ഡ് ആണ്. അപ്പൊ അവർക്കൊക്കെ ഇതിനകത്തുള്ള ധാരണയുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ താമസിച്ച് തിരിച്ചു വരുന്നവർ, വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോയി തിരിച്ചു വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പുറത്ത് ജീവിക്കുന്ന ആൾക്കാർ, ഡൽഹി അതുപോലത്തെ മെട്രോ നഗരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ തന്നെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം മക്കൾ ഞാൻ ഇന്നാളായിട്ട് റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ ഞാൻ അവനുമായിട്ട് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതൊരു സാധാരണ സംഭവമായി, അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ ബോയ് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിച്ച് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ എന്താണ്
വളരെ കോമൺ ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു 5-10 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് മാറാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, മലയാളികൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കാണ്, പെട്ടെന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അത് ആരോഗ്യകരമായി അവസാനിപ്പിക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു. പരസ്പരം കൈ കൊടുത്ത് പിരിഞ്ഞു പോകാൻ അറിയില്ല എന്ന് തോന്നുന്നു. ഒന്നുകിൽ ആസിഡ് അത് അത് ഒഴിച്ച് കൊന്നിട്ട്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, ജയില്, കോടതി. അത് അത് എനിക്ക് തോന്നുന്നു അത് മലയാളികളുടെ മാത്രം പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ ഇപ്പം നോർത്ത് ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് സ്വന്തമായി സ്വാതന്ത്ര്യത്തോടുകൂടി യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. വളരെ കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയേണ്ടത്, ഒരു 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 കോമൺ സൊസൈറ്റി ഇല്ല അവിടെ. മലയാളികൾ എന്ന് പറയുമ്പോൾ മലയാളിയുടെ ഒരു സ്വഭാവം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഡൽഹി പോലത്തെ ഒരു നഗരത്തിൽ പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ UP, ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് വിദ്യാഭ്യാസം, സംസ്കാരം ഇതൊന്നും തന്നെ നാലയലത്ത് പോകാത്ത ആൾക്കാരാ ലക്ഷക്കണക്കിന് ആൾക്കാർ. അതേസമയം പിന്നെ വലിയ സർവകലാശാലകളിൽ പഠിച്ചിട്ടുള്ള വളരെ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം, വളരെ വലിയൊരു മിഡിൽ ക്ലാസ്, അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ വളരെ തികച്ചും നിരക്ഷരനായിട്ടുള്ള ഒരു വ്യക്തിയെ സമയത്തോളം ഒരു അല്പവസ്ത്രധാരിയായിട്ടുള്ള ഒരു സ്ത്രീ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവനെ സമയത്തോളം ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്, ഒരു ലൈംഗിക ഒബ്ജക്റ്റ് മാത്രമാണ്. അതേ രീതിയിലുള്ള മറ്റൊരു വ്യക്തി അതിനെ കാണുന്നത്. പക്ഷെ കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ ഏകദേശം അതിനൊരു ചിട്ടയും വട്ടവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ കേരളീയ സമൂഹത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഈ എന്താ പറയേണ്ടത്, ഈ പിന്നെ ഈ നാട്യം ഉണ്ട് അല്ല, വളരെമായിട്ടുള്ളൊരു നാട്യമുണ്ട്, കപട സദാചാര ബോധവും കാര്യങ്ങളും. അതാണ് കേരളീയ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യന്, കേരളത്തിലെ സമൂഹത്തിലെ ഒരു പൊളിറ്റീഷ്യന് ആരോഗ്യകരമായിട്ടുള്ളൊരു സ്ത്രീ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് അവർ തന്നെ ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം, ഒരു കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ പുരുഷന് ഉഭയസമ്മതപ്രകാരം ഒരു സമൂഹത്തിലെ ഒരു ഉയർന്ന നിലയിലേക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ, ഒരു ലിവിങ് ടുഗദർ കേരള സമൂഹം അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മെച്യൂരിറ്റി കേരള സമൂഹത്തിന് വന്നിട്ടില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പൊ ഗൾഫിലൊക്കെ പോയി എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്ന, ഗൾഫിൽ മാത്രമല്ല എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്ന ഉൾപ്പെടുന്ന പുരുഷന്മാര്, ഭർത്താക്കന്മാര് നാട്ടില് എൻ്റെ ഭാര്യ ബുർക്കിട്ട് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് ശഠിക്കുന്ന കുറെ ടീമുകളുണ്ട്. അങ്ങനെയുള്ള കുറെ തമാശ കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ളൊരു വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഒരു സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അത് തികച്ചും വളരെ എന്താ പറയേണ്ടത്, വൃത്തികെട്ടൊരു സിറ്റുവേഷൻ. അപ്പൊ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നീതിമാനായ ഏതെങ്കിലും ജഡ്ജിയുടെ മുന്നിൽ എത്തിയാൽ കേസ് നീതിപൂർവകമായി പരിഗണിക്കപ്പെടും. അത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ സുപ്രീം കോടതിയുടെ ഒരു സ്വഭാവം വെച്ച് പരിശോധിക്കുകയാണ് തന്നെ. സുപ്രീം കോടതി ജസ്റ്റിസ് നാഗരത്ന എന്ന് പറഞ്ഞ ഒരു ജഡ്ജുണ്ട്. ഫ്യൂച്ചർ ചീഫ് ജസ്റ്റിസ് ആവാൻ സാധ്യതയുള്ള ആവുന്ന ഒരു ജഡ്ജാണ്. അവരുടെ മുമ്പിൽ ഈ കേസുകൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% പ്രൊട്ടക്ഷൻ കിട്ടും. എന്തെങ്കിലും കേസുകൾ എടുത്തു പറയാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? എന്തെങ്കിലും ജഡ്ജ്മെന്റുകളോ കേസുകളോ ഒരു അല്ല, ഇപ്പോൾ ലൈവിൽ തന്നെ നോക്കിയാൽ മതി. 100 കണക്കിന് ഈ മാട്രിമോണിയൽ കേസസ് അല്ലെങ്കിൽ പ്രോമിസ് ടു മാരി കേസുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 100 കണക്കിന് ഇത്തരത്തിലുള്ള കേസുകൾ കാണാൻ പറ്റും. അത് ഓരോ കേസിനും ഓരോ സ്വഭാവമുണ്ട്. ഇതിനൊന്നും ഒരു സ്ട്രേറ്റ് ജാക്കറ്റ് ഫോർമുല ഇല്ല. ഓരോ കേസിനും അതിൻ്റെതായ സ്വഭാവത്തിലാണ് വിലയിരുത്തേണ്ടത്. അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ അതൊക്കെ ഇപ്പം നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഇപ്പം കൂടുതലായും കോടതിയിൽ ഇത് പൊളിക്കാനായി കാണിക്കുന്നത് വാട്സാപ്പ് മെസ്സേജസുകളാണ്. അപ്പം ഞാൻ കുറേ കേസുകൾ ഇപ്പോൾ സുപ്രീം കോടതിയിലും മിക്ക ഹൈക്കോടതികളിലും ഞാൻ കണ്ടിട്ടുള്ളത്, എല്ലാ ഈ ഫാൾസ് അലിഗേഷൻ അല്ലെങ്കിൽ റേപ്പ് കേസുകളിൽ പ്രധാനമായും അതിനെ ഡിഫെൻഡ് ചെയ്യാനായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ആ വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 100% ഇതൊരു കൺസെൻഷ്യൽ ആണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ എന്തുവന്നാലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. കൺസെൻഷ്യൽ റിലേഷൻഷിപ്പിൽ എന്തുവന്നാലും വളരെ നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇപ്പം ഒരു ഡിഫൻസായി കൂടുതൽ ആൾക്കാരും പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്.
കേരളത്തിന്റെ ഇന്ത്യയുടെ ഒക്കെ ഒരു സാഹചര്യത്തിൽ സ്ത്രീപക്ഷ നിയമങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഒരുപാട് സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് നീതി കിട്ടുന്നത്. അപ്പൊ ഇതുപോലെ ആരും മിസ്യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പൊ അല്ല, മിസ്യൂസ് ചെയ്യുന്നത് സ്ത്രീപക്ഷ കൊണ്ട് നിയമങ്ങൾ വിശ്വാസ്യത തീർച്ചയായും പോയി സ്ത്രീപക്ഷ ഇത്തരം കേസുകളുടെ ഒരു എല്ലാവർക്കും സ്ത്രീപക്ഷ നിയമങ്ങൾ സംശയമാണ്. സ്ത്രീപക്ഷ നിയമങ്ങൾ ഉണ്ടാവണം. സ്ത്രീപക്ഷ നിയമങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമായിട്ടുള്ള സ്ത്രീപക്ഷ നിയമങ്ങൾ ഉണ്ടാവണം. പക്ഷെ അതോടൊപ്പം തന്നെ ഇതൊക്കെ അനലൈസ് ചെയ്യുകയും ഒരു കേസ് എടുക്കുന്നതിന് ഇപ്പൊ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പക്ഷെ FIR രജിസ്റ്റർ ചെയ്യണം. അതും കൂടെ ഞാൻ ഒന്ന് പറയാം. ഇപ്പൊ നമ്മളിപ്പോ FIR എന്ന് പറയുമ്പോൾ ഒരാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ അയാളൊരു കുറ്റവാളിയാണ് എന്ന രീതിയിലാണ് സമൂഹവും നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പോലീസിന് അന്വേഷണം നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്കെതിരെ അലിഗേഷൻ വന്നു, അല്ലെങ്കിൽ സുനിതക്കെതിരെ ഒരു അന്വേഷണം വന്നു. അപ്പം സുനിതക്കെതിരെ അന്വേഷിക്കണമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാണ്ട് 10 പോലീസുകാർ സുനിതന്റെ വീട്ടിൽ വരുവാണ്, ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ എന്നിട്ട് 5 ദിവസവും 6 ദിവസവും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഇതൊക്കെ ചെയ്ത് FIR ഇല്ല, മനസ്സിലായില്ലേ? സുനിത ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ആ സമയത്ത് FIR ഇല്ലെങ്കിൽ പോലും ഭീകരമായ ഹരാസ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. നാളെ സുനിതക്ക് പറയാണ്, ഇത് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി, എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ അവിടെ എന്താണ് ഒരു റെഫറൻസ് പോയിന്റ്? എന്താണ്? ഒന്നുമില്ല. അവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ FIR എന്ന് പറഞ്ഞൊരു സാധനം. FIR രജിസ്റ്റർ ചെയ്ത് ഒരാൾ FIR രജിസ്റ്റർ ചെയ്യണം, അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് അയക്കണം. അപ്പൊ മജിസ്ട്രേറ്റ് ആണ് അവിടുത്തെ സൂപ്പർവൈസിങ് അതോറിറ്റി. പിന്നെ പോലീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് മജിസ്ട്രേറ്റ് ആണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, 24 മണിക്കൂറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യണം കോടതിയിൽ. അപ്പൊ അപ്പോ അറസ്റ്റ് റെക്കോർഡ്, FIR ഇങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ നടന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഭരണഘടന അനുശാസിക്കുന്ന കൊടുക്കുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയറൽ നിയമങ്ങളിൽ ഉള്ള പുറത്ത് അവകാശങ്ങൾ വരുന്നത് ഒരു പ്രാഥമിക റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പൊ പക്ഷെ നമ്മുടെ സമൂഹത്തിൽ തെറ്റായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് FIR രജിസ്റ്റർ ചെയ്യാൻ തീർന്നു, അവനെ ശിക്ഷിച്ചതിന് തുല്യ രീതിയിലാണ്. പക്ഷെ FIR ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു സേഫ് ഗാർഡാണ് FIR. അത് അങ്ങോട്ടും ഒരു സേഫ് ഗാർഡും കൂടിയാണ് FIR. FIR ഇല്ലാതെ നിങ്ങൾ അറസ്റ്റ് ഇതിന് ഭയങ്കര ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഇപ്പൊ അടുത്ത് നടന്ന ഈ സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയക്കെതിരെ നടന്ന ആ കേസില്ലേ. അപ്പൊ അതില് ഇവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായത് അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പൈസ തട്ടി 3 പെൺകുട്ടികൾ. പക്ഷെ പെൺകുട്ടികൾ പരാതി കൊടുക്കുകയാണ്, ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി, ഞങ്ങളെ പിന്നെ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കൃഷ്ണകുമാറിനും ദിയയ്ക്കും എതിരെ FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടായി. പക്ഷെ കേസ് അന്വേഷിച്ച് അവര് നിരപരാധികളാണെന്ന് കണ്ടെത്തി ഇവർ പിടിയിലാവുകയും ചെയ്തു, പെൺകുട്ടികള്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പോലീസ് അന്വേഷണം നടത്തണമെങ്കിൽ എന്ത് വേണം? പക്ഷെ നമ്മള് പൊതുജനങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, പോലീസിന് പ്രാഥമികമായി ഇത് നോക്കിയാൽ തന്നെ അറിയില്ലേ ആരാണ് കുറ്റക്കാരൻ. അപ്പൊ നിരപരാധികളുടെ പേരിൽ FIR ഇടാമോ എന്നൊരു ചോദ്യമില്ലേ? നമ്മൾ നാണക്കേടാവില്ലേ മാധ്യമ വിചാരണയെല്ലാം? അത് അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കോടതിക്ക് പണ്ടിങ്ങനെ അങ്ങനെ കൊടുത്താലോ അപകടമാണ്. ഇപ്പൊ പോലീസ് എന്ന് പറഞ്ഞാൽ നല്ലവരായിട്ടുള്ള പോലീസുകാരുണ്ട്. ഇപ്പൊ നമുക്ക് അതിനകത്തുള്ള കേസുകളൊക്കെ ഉണ്ട്. അത് ലളിതാകുമാരി എന്ന് പറഞ്ഞ കേസ് ഉണ്ട്, അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും വിശദമായി ഏതൊക്കെ സാഹചര്യങ്ങളിൽ FIR ഏതൊക്കെ സമയങ്ങളിൽ ചെയ്യണമെന്ന് പറ്റി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പിന്നെ ഈ പോലീസുകാർക്ക് അമിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ ആ വിവേചന അധികാരം കൊടുക്കുന്നതിന്റെ ഭാഗമായി FIR രജിസ്റ്റർ ചെയ്യേണ്ട കേസുകൾ FIR രജിസ്റ്റർ ചെയ്യില്ല. കൃത്യമായ ഒരു ഇൻസിഡന്റ് നടക്കുന്ന കേസുകളിൽ പോലീസുകാർ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്തില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിവേചനാധികാരം പോലീസിന് കൊടുത്താൽ അത് അതിനെക്കാട്ടിയും വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് FIR രജിസ്റ്റർ. അപ്പൊ നമ്മൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ FIR രജിസ്റ്റർ ചെയ്ത ഉടനെ എന്താണ് ഒരു ഭീകര കുറ്റവാളിയായി ആ വ്യക്തിയെ ചിത്രീകരിക്കുക. ഒരു റേപ്പ് കേസിൽ FIR രജിസ്റ്റർ ചെയ്താൽ അയാളെ ഉടൻ തന്നെ റേപ്പിസ്റ്റായി സമൂഹം മാറ്റാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ മാറും.